എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിന്ധു മധു. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ ബഹുമാന്യരായ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഇന്ന് ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയ പ്രസിദ്ധ സൂര്യകവി ഡോക്ടർ ജയദേവൻ സർ. അദ്ദേഹം സൂര്യനെക്കുറിച്ച് 4000-ലധികം കവിതകൾ എഴുതി പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനും അതുപോലെ കവിയത്രിയും അഭിനേത്രിയും മോഡലിംഗുമായ ശ്രീമതി ജസിന്ത മോറിസ് മാഡം, വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ നൃത്തവിഭാഗം മേധാവിയും 35 വർഷമായി നൃത്തരംഗത്ത് സേവനം അനുഷ്ഠിക്കുകയും കേരള കലാമണ്ഡലം മോഹിനിയാട്ടം കോഴ്സിൻ്റെ ചുമതല ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്ന ബഹുമാനിയായ ശ്രീമതി സുനിത ശശി മാഡം, നാടക സീരിയൽ നടനായ ശ്രീ ഗോപകുമാർ സാർ എന്നിവർക്കും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബഹുമാന്യരായ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും BSSലെ എൻ്റെ കർമ്മധീരരായ സഹപ്രവർത്തകർക്കും എൻ്റെ പ്രണാമം. സ്വാതന്ത്ര്യ ഭാരതത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമായി നിലകൊള്ളുകയും ഇന്ത്യൻ ജനതയുടെ ഭാവി സ്വപ്നങ്ങൾക്ക് പര്യായമായി വളർന്നു വരികയും ചെയ്ത ഭാരത് സേവക് സമാജ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് 73 വർഷങ്ങൾ പിന്നിടുവാൻ പോവുകയാണ്. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം 1952 പാർലമെൻറ്റിൻ്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടുകൂടി രൂപീകരിച്ച ദേശീയ സന്നദ്ധ സംഘടനയാണ് ഭാരത് സേവക് സമാജ് അഥവാ BSS. പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റും പിൽക്കാലത്ത് ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിരുന്ന ശ്രീ ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനുമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ദേശവ്യാപകമായി ആരംഭിച്ചത്. അനേകായിരം പ്രവർത്തകരിലൂടെ രാഷ്ട്ര നിർമ്മാണം ലക്ഷ്യമാക്കിയുള്ള സ്വയം സമർപ്പിത സേവനമാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തുടനീളം നടത്തിവരുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരും സമൂഹത്തിൽ ദുർബലരുമായ ജനങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കുക എന്നുള്ളതാണ് BSSൻ്റെ മുഖ്യമായ ലക്ഷ്യം. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും വികസനം ഉറപ്പാക്കുന്നത് അവിടുത്തെ ഗ്രാമങ്ങളുടെയും ഗ്രാമീണ ജനതയുടെയും ഉന്നമനത്തിലൂടെയാണെന്നുള്ളൊരു പൊതു തത്വശാസ്ത്രം. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും വിദേശങ്ങളിലുമായി 10,000-കണക്കിന് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തുന്നത്. കൂടാതെ NSDC കോഴ്സുകളും വേൾഡ് സ്കിൽ കൗൺസിൽ കോഴ്സുകളും നടത്തിവരുന്നു. ഇതിനു പുറമെ വ്യാവസായിക മേഖല, കാർഷിക മേഖല, പുസ്തക പ്രസിദ്ധീകരണ മേഖല, IT മേഖല, കാർഷിക മേഖല, കമ്മ്യൂണിറ്റി ബാങ്കിംഗ് മേഖല, മൈക്രോ ഫിനാൻസ് മേഖല, അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങളാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തും പുറത്തുമായി നടത്തി വരുന്നത്. ഏതൊരു മേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന വ്യക്തിയൊക്കെയാണ് ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് അവാർഡ് നൽകി ആദരിക്കുന്നത്. എല്ലാ മാസവും 12-ാം തീയതിയാണ് ഈ ചടങ്ങ് ഇവിടെ നടത്തുന്നത്. അതുപോലെ ഇവിടെ മാത്രമല്ല, ഇന്ത്യക്കകത്തും യൂണിയൻ ടെറിട്ടറിയിലുമായിട്ടാണ് ഇതിൻ്റെ അവാർഡ് ദാനങ്ങൾ നടത്തി വരുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ധാരാളം കലാകാരന്മാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. സാഹിത്യകാരന്മാരാകട്ടെ, കാർഷിക മേഖലയിലുള്ളവർ, നിയമജ്ഞർ, അതുപോലെ മാധ്യമ മേഖലയിലുള്ളവർ, ആരോഗ്യ മേഖലയിലുള്ളവർ, വാസ്തുശില്പികൾ, ആയോധന കലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ, അങ്ങനെ ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവർ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് പുരസ്കാരം. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം ദേശീയ ഗാനമാണ്, രണ്ടാമത് സ്വാഗതം, മൂന്നാമത് ആശംസകൾ, നാലാമത് ബഹുമാന്യനും ആദരണീയനുമായ BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ അവരുടെ പ്രസംഗവും തുടർന്ന് പുരസ്കാര സമർപ്പണവുമാണ്. അത് കഴിഞ്ഞാൽ നന്ദി പ്രകാശനം, തുടർന്ന് ദേശീയ ഗാനത്തോടുകൂടി ഈ വിശിഷ്ടമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഈ സ്വാഗത സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയും ആദരപൂർവ്വം നിങ്ങൾ ഓരോരുത്തരെയും അണിയിക്കുന്ന ഷോളുകൾ ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ അവരവരുടെ കഴുത്തിൽ അണിയണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങൾ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഫോട്ടോകൾ എൻ്റെ വാട്സാപ്പിൽ നിങ്ങളുടെ മെയിൽ ID ഇട്ട് തന്നാൽ നിങ്ങളുടെ ഫോട്ടോകൾ കൃത്യമായിട്ട് ഞാൻ ഫോട്ടോ വന്ന മുറയ്ക്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതുപോലെ വീഡിയോയുടെ ലിങ്ക് വാട്സാപ്പിൽ വിട്ടു തരും. ഏതാനും നിമിഷങ്ങൾക്ക് ഭാരത് സേവക് സമാജിൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. സമ്മേളനം ഉടൻ തുടങ്ങുന്നതാണ്. ബഹുമാന്യ യോഗാധ്യക്ഷൻ ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാർ, ഭാരത് സേവക് സമാജിൻ്റെ ഡയറക്ടർ ജനറൽ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ എന്നിവിടെ ഭാരത് സേവക് ഉപഹാരം സ്വീകരിക്കാൻ എത്തിയിട്ടുള്ള പ്രിയ വ്യക്തിത്വങ്ങളെ, അതുപോലെ ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിട്ടുള്ള സജ്ജനങ്ങളെ, ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് ഉപഹാര സമർപ്പണ ചടങ്ങാണ്, ഈ മാസത്തെ ഉപഹാര സമർപ്പണ ചടങ്ങാണ് ഇന്നിവിടെ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. ഭാരത് സേവക് സമാജ് നമുക്കറിയാം ദേശീയ തലത്തിലുള്ള ഒരു ദേശീയ വികസന ഏജൻസിയാണ്. ഭാരത് സേവക് സമാജ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടെ 1952 രൂപീകൃതമായത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും
ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ആ വികസന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ഭംഗിയായി നടത്തപ്പെടുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് അന്ന് ഭാരത് സേവക് സമാജ് രൂപീകൃതമായത്. അന്ന് ഈ ഭാരത് സേവക് സമാജ് തുടങ്ങുമ്പോൾ അതിൻ്റെ നമ്മുടെ പ്രിയങ്കരനായ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇതിൻ്റെ ദേശീയ ചെയർമാൻ. അത് കഴിഞ്ഞ് നമുക്കറിയാം ഗുൽസാരിലാൽ നന്ദാജിയാണ് ഇതിൻ്റെ ചെയർമാനായി വന്നിട്ടുള്ളത്. ഭാരതത്തിലെ ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇതിൻ്റെ പ്രഥമ അംഗം എന്ന് പറയുന്നത്. അത്രയ്ക്കും പ്രത്യേകതകളുള്ള ഒരു സന്നദ്ധ സംഘടനയായി രജിസ്റ്റർ ചെയ്ത് ഭാരത് സേവക് സമാജ് ദേശീയ തലത്തിൽ ഏറ്റവും നല്ല കർമ്മധീരരായ പ്രവർത്തകരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാജ്യത്തുടനീളം വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. ഭാരത് സേവക് സമാജ് ഏത് മേഖലയിൽ കൈവച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഏത് മേഖലയിൽ കടന്നുകൂടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നത്. തൊഴിൽ പരിശീലന മേഖലയാണെങ്കിലും IT ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയാണെങ്കിലും ഗ്രാമങ്ങളെ മുൻപോട്ട് കൊണ്ടുവരുന്ന ഗ്രാമവികസന പ്രവർത്തനങ്ങളാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും പ്രകൃതി സംരക്ഷണ മേഖലയാണെങ്കിലും ഊർജ്ജ സംരക്ഷണ മേഖലയാണെങ്കിലും ഏതെല്ലാം മേഖല അങ്ങനെ വിവിധങ്ങളായ ഓരോ കാലഘട്ടത്തിന് അനുസൃതമായി അതനുസരിച്ചുള്ള പുതിയ മേഖലകളിലേക്ക് ഭാരത് സേവക് സമാജ് കടന്നു ചെല്ലുകയാണ് ചെയ്യാറുള്ളത്. ഭാരതത്തിലുടനീളമായി എല്ലാ സംസ്ഥാനങ്ങളിലും വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഭാരത് സേവക് സമാജ് കാഴ്ചവെക്കുന്നത്. ഇന്ന് നമുക്കറിയാം ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരനായ BS ബാലേന്ദ്രൻ സാറാണ്. കേരളത്തിൽ നിന്ന് ഒരു നേതാവ് ഭാരത് സേവക് സമാജിൻ്റെ തലപ്പത്തേക്ക് എത്തുക എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അങ്ങേയറ്റം അഭിമാനമുള്ള കാര്യമാണ്. ഭാരത് സേവക് സമാജ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ നിലയിലേക്ക് എത്തുകയെന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിലൂടെയാണ് അദ്ദേഹം ഭാരതത്തിൻ്റെ ദേശീയ ചെയർമാനായി മാറിയത്, ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാനായി മാറിയത്. ഭാരത് സേവക് സമാജിൽ അദ്ദേഹം ഏറ്റെടുത്ത് നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രശംസനീയമായ പ്രവർത്തനങ്ങളാണ്. ഭാരത് സേവക് സമാജിൻ്റെ നേരത്തെ മുതലുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താൽ അദ്ദേഹം ഭാരത് സേവക് സമാജിൻ്റെ ചുമതല ഏറ്റെടുത്തത് മുതൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ധാരാളം മാറ്റങ്ങളാണ് ഭാരത് സേവക് സമാജ് വന്നിട്ടുള്ളത്. നമുക്ക് ഏത് പ്രവർത്തനം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എന്ത് പ്രവർത്തനവും ഏറ്റെടുക്കാൻ അതിൻ്റെ ഒരു ടീമിനെ സജ്ജരാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ചായ കാര്യം നമുക്ക് എടുത്തു പറയാം. ഒരു ടീമിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു ടീമിനെ എങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലും സജ്ജരാക്കുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച ഒരു കാര്യമായി അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഭാരത് സേവക് സമാജിനെ ഒരു പ്രവർത്തനവും തന്നെ ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ നമുക്ക് ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തകർക്ക് കഴിയില്ല. കാര്യം ഏത് പ്രവർത്തനവും അങ്ങേയറ്റം ഭംഗിയായി ഭാരതത്തിൽ ഉടനീളം നടത്തി വരികയാണ് ഈ ദേശീയ വികസന ഏജൻസി. ഭാരത് സേവക് സമാജിൻ്റെ ഇന്നത്തെ ഈ പരിപാടി തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരത് സേവക് ഉപഹാര സമർപ്പണം എന്ന് പറയുമ്പോൾ എന്താണ് ഭാരത് സേവക് ഉപഹാരം എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കാം. ഭാരത് സേവക് സമാജ് നോക്കുമ്പോൾ ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തകർ മാത്രമല്ല എല്ലാവരും ഭാരതത്തിലുള്ള എല്ലാവരും തന്നെ ഗവൺമെൻറ്റിൽ അനിഷ്ടമായിട്ടുള്ളവർ മാത്രമല്ല ഓരോ വ്യക്തിയും നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രം പ്രവർത്തനങ്ങളാണ് നടത്തുന്നുള്ളത് ഒരുപക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കത്തില്ല, നമ്മളെ ചുറ്റുവട്ടമുള്ളവർക്കാർക്കും അത് മനസ്സിലാകത്തുമില്ലായിരിക്കാം. അപ്പം നമ്മളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഭാരത് സേവക് സമാജ് തീരുമാനിച്ചത്. നമ്മുടെ ചുറ്റുവട്ടമുള്ള വ്യക്തിത്വങ്ങളെ ഓരോ പ്രവർത്തകരും ഓരോ വ്യക്തിയും സമൂഹത്തിന് എന്താണ് സംഭാവന നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓരോ ചെറിയ പ്രവർത്തനമായാലും കൊച്ചു കുട്ടികളുടേതായാലും വലിയവരുടേതായാലും ധാരാളം പ്രവർത്തനങ്ങളാണ് അവർ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി കാഴ്ചവെക്കുന്നത്. ഓരോ പ്രവർത്തനവും രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ മുതൽക്കൂട്ടായി മാറുകയാണ്. അത് അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവരെ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് വഴി അവരെ കൂടുതൽ കർമ്മധീരരാക്കുകയും അതുപോലെ തന്നെ അവരുടെ പിൻതലമുറയ്ക്ക് അവരൊരു മാതൃകയാവുകയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ അവരും കൂടി പങ്കാളികളാകണം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ യുവതലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂന്നിയാണ് ഈ ഒരു പ്രവർത്തനം നമ്മൾ കണ്ടെത്തുകയും ഭാരത് സേവക് ഉപഹാര സമർപ്പണം എന്ന ചടങ്ങ് ആരംഭിക്കുകയും ചെയ്തത്. ഇന്ന് ഭാരതത്തിലുടനീളം എല്ലാ മാസവും 12-ാം തീയതിയാണ് ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് ഉപഹാര സമർപ്പണം. ഈ മാസം കേരളത്തിൽ മാത്രം ഇന്നത്തെ ദിവസത്തേക്ക് ഉപഹാര സമർപ്പണം മാറ്റിയത് ഇന്നലെ എല്ലാവർക്കും അറിയാം ആറ്റുകാൽ പൊങ്കാലയുടെ പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ദിവസത്തേക്ക് ഈ ചടങ്ങ് മാറ്റിവെച്ചത്. മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ മാസം 12-ാം തീയതി തന്നെ ഈ ഉപഹാര സമർപ്പണം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഭാരത് സേവക് സമാജിൻ്റെ ഫൗണ്ടേഷൻ്റെ ഓഗസ്റ്റ് 12 എന്നുള്ള തീയതി ആയതുകൊണ്ട് തന്നെയാണ് എല്ലാ മാസവും 12-ാം തീയതി രാജ്യത്തുടനീളം വിവിധ മേഖലകളിലായി ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ കണ്ടെത്തുകയും അവർക്ക് ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു വരുന്നത്. ഭാരത് സേവക് സമാജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ മുമ്പോട്ടുണ്ടാകുമെന്ന് നമുക്കറിയാം. ഇന്നു മുതൽ എല്ലാവരും തന്നെ ഭാരത് സേവക് എന്നൊരു ഐഡൻറ്റിഫിക്കേഷനാണ് എല്ലാവർക്കും ഇന്നു മുതൽ ലഭിക്കുന്നത്. ഭാരത് സേവക് ഉപഹാരം ലഭിച്ച ഭാരത് സേവകുകളായി നിങ്ങൾ മാറുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ചെറിയ ബയോഡേറ്റ ഇവിടെ ഞാൻ വായിക്കും. പക്ഷെ അത് മാത്രമല്ല, നിങ്ങളുടെ ബയോഡേറ്റ എന്ന് പറയുമ്പോൾ ധാരാളം വിശേഷണങ്ങളുള്ള ബയോഡേറ്റകളാണ്. നമുക്ക് ഓരോരുത്തരുടെയും ബയോഡേറ്റ അത്ര വിശദമായി ഇവിടെ വായിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ചെറിയ ബ്രീഫായിട്ടുള്ള ബയോഡേറ്റയാണ് ഓരോരുത്തരെ പറ്റിയും നമ്മളിവിടെ വായിക്കുന്നത്.
പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ ഉപഹാരം സ്വീകരിച്ച എല്ലാ ഭാരത് സേവക് പ്രവർത്തകരുടെയും ഒരു ബയോഡേറ്റ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന് തുല്യമായ ഒരു വെബ്സൈറ്റ് ഭാരത് സേവക് സമാജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിയാൽ അറിയാം ഓരോരുത്തർ ഇതുവരെ കിട്ടിയിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്നും അതുപോലെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്നും നമുക്കതിൽ വ്യക്തമായി കാണാവുന്നതാണ്. ഇപ്പോൾ എല്ലാവരുടെയും ഇവിടെ ബയോഡേറ്റ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വളരെ ഗംഭീരമായ ബയോഡേറ്റയാണ് എല്ലാവരുടെയും. എല്ലാം ഇവിടെ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ വളരെ ബ്രീഫായിട്ടാണ് ഞാൻ വായിക്കുന്നത്. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ നമ്മുടെ ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ മഞ്ജു ശ്രീകണ്ഠൻ ഡയറക്ടർ ജനറൽ ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. മാഡത്തിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഭാരത് സേവക് ഉപഹാരം സ്വീകരിക്കാൻ എത്തിയിട്ടുള്ളത് 43 പേരാണ്. 43 പേരും എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിട്ടുള്ള സഹൃദയരായ ഓരോരുത്തരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഭാരത് സേവക് ഉപഹാരം സ്വീകരിക്കാൻ എത്തിയിട്ടുള്ള വ്യക്തികളുടെ പ്രത്യേക സ്വാഗതമാണ്. ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ വിളിക്കുമ്പോൾ എല്ലാവരും ഓരോരുത്തരായി ഇവിടെ വന്ന് നിന്ന് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് നിൽക്കണം. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരുടെയും ബയോഡേറ്റ ഇവിടെ വായിക്കും. അപ്പോൾ അത് കേട്ട് ഓരോരുത്തർക്കും ഓഡിയൻസിന് പരിചിതമാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ്. അപ്പം പേര് വിളിക്കുന്നതനുസരിച്ച് ഓരോരുത്തരായി ഇവിടെ വന്ന് നിൽക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ആദ്യമായി ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ. പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ. ഇദ്ദേഹം പാലക്കാട് മംഗലാംകുന്ന് സ്വദേശിയാണ്. അമേരിക്കയിലെ കാലിഫോർണിയ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ന്യൂറോ സയൻസിൽ PhD എടുത്തു. ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ റിസർച്ച് സെൻ്ററിൻ്റെ ഡയറക്ടറാണ്. ലോക സമാധാന സംഘടനയുടെ അന്താരാഷ്ട്ര സെക്രട്ടറി ജനറൽ എന്ന പദവിയിൽ നിയമനം ലഭിച്ചു. 194 രാജ്യങ്ങളായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഉന്നത പദവിയിലെത്തുന്ന ആദ്യ കേരളീയനാണ് ഇദ്ദേഹം. ന്യൂഡൽഹിയിൽ ദ്വാരകയിൽ പ്രവർത്തിച്ചു വരുന്ന ലോക സമാധാന സംഘടന ഉത്തരേന്ത്യയിൽ മാനവ സമത സേവ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നിരവധി അന്താരാഷ്ട്ര അതോറിറ്റികളുടെ തലവനും അധ്യക്ഷനും മണിപ്പൂർ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്നിവയിൽ സീനിയർ പ്രൊഫസർ കൂടിയാണ് ഇദ്ദേഹം. ജനിതക രോഗങ്ങളുമായി പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഇദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഓട്ടിസം, സെറിബ്രസി തുടങ്ങിയ ജനിതക രോഗങ്ങൾ, അതുപോലെ തന്നെയുള്ള മറ്റ് അപൂർവ രോഗങ്ങൾ, മാറാരോഗങ്ങൾ എന്നിവയിൽ ആഴത്തിൽ ഗവേഷണം നടത്തി അവരുടെയൊക്കെ അടിസ്ഥാന കാരണം കണ്ടെത്തി ചികിത്സിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതി. ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഷാജു വാലപ്പൻ, തൃശ്ശൂർ കല്ലേട്ടുങ്ങര സ്വദേശി, ജീവകാരുണ്യ പ്രവർത്തകൻ, സിനിമാ നിർമ്മാതാവ്. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി കഠിന പ്രയത്നം കൊണ്ട് ഇന്ത്യയിലും അറബ് രാജ്യങ്ങളിലുമായി കയറ്റുമതി ബിസിനസ്സിൽ തൻ്റേതായ സ്ഥാനം നേടിയെടുത്തു. സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം അർഹരായവർക്ക് നൽകി വരുന്നു. ഭവന നിർമ്മാണത്തിനും പഠനത്തിനും ചികിത്സയ്ക്കും സഹായം തേടിയെത്തുന്നവരെ ഒരിക്കലും വെറും കൈയോടെ മടക്കി അയക്കാറില്ല. സൗദിക്കാരായ ജീവനക്കാർ ഉൾപ്പെടെ പല നാട്ടിൽ നിന്നുള്ളവർക്കും ഇന്ത്യയിൽ നിന്നുള്ളവർക്കും ജോലി നൽകിയിട്ടുണ്ട്. സിനിമാ മേഖലയിലും ബിസിനസ്സിലും ഒരുപോലെ തിളങ്ങുന്നു. ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തന മികവിന് നിരവധി ആദരവുകൾ സ്വദേശത്തും വിദേശത്തുമുള്ള സംഘടനകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ജീവകാരുണ്യം, കല, പ്രവാസി വ്യവസായി എന്നിവയെ മുൻനിർത്തി ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ 2024 40ാമത് ഡോക്ടർ അംബേദ്കർ വിശിഷ്ട സേവ നാഷണൽ അവാർഡ് ഇദ്ദേഹത്തിന് നൽകി ആദരിച്ചു. സൗദിയിലും കേരളത്തിലും വിപുലമായ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമ കൂടിയാണ് ഇദ്ദേഹം. എക്സിം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലോട് കയറ്റുമതി സ്ഥാപനം കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ വാലപ്പൻ ക്രിയേഷൻസ് എന്ന സിനിമാ നിർമ്മാണ കമ്പനിയും കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട്. ബിസിനസ് പരമായ കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നെങ്കിലും ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ AK പ്രദീപ്, കോഴിക്കോട് വടകര സ്വദേശി, 17 വർഷക്കാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹെർബേറിയം ക്യൂറേറ്ററായും തുടർന്ന് 12 വർഷക്കാലം അസിസ്റ്റന്റ് പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹെർബേറിയത്തെ ഒരു നാഷണൽ റിപ്പോസിറ്ററിയായി മാറ്റുകയും അതുപോലെ തന്നെ സർവകലാശാലയെ ബൊട്ടാണിക്കൽ ഗാർഡനെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റാക്കി ഉയർത്തുന്നതിലും നിർണായകമായ പങ്കുവഹിച്ചു. 20 വർഷത്തോളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ലാൻഡ്സ്കേപ്പിംഗ് ഓഫീസറുടെ ചുമതല വഹിച്ചു. മരുഭൂമിയിൽ കിടന്നിരുന്ന സർവകലാശാല ക്യാമ്പസ് ഹരിതവൽക്കരണത്തിനും സൗന്ദര്യവൽക്കരണത്തിനും നേതൃത്വം നൽകി പ്രശംസ പിടിച്ചുപറ്റി. പാലോട്ട് TBGRയിൽ റിസർച്ച് അസോസിയേറ്റായും ലക്ഷദ്വീപിൽ അധ്യാപകനായും റബ്ബർ ബോർഡിൽ ഫീൽഡ് ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം സസ്യപരിവേഷണം നടത്തി
30ഓളം പുതിയ ഇനം സസ്യങ്ങളെ കണ്ടെത്തി ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തി. കൂടാതെ 19 ഇനം സസ്യങ്ങളെ ഇന്ത്യയിൽ നിന്നും പുതുതായി കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തു. ഡോക്ടർ പ്രദീപിനുള്ള ആദരസൂചകമായി 4 പുതിയ ഇനം സസ്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് നൽകി ആദരിച്ചിട്ടുണ്ട്. സസ്യവർഗീകരണ ശാസ്ത്രത്തിലെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി 2018 ഡോക്ടർ വി ശിവരാജൻ ഗോൾഡ് മെഡൽ നൽകി ആദരിച്ചു. സസ്യവർഗീകരണ ശാസ്ത്രത്തിൽ 3 പുസ്തകങ്ങളും 70ഓളം ഗവേഷണ പേപ്പറുകളും ദേശീയ അന്തർദേശീയ ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉദ്യാന സസ്യങ്ങളെയും ഔഷധ ചെടികളെയും കുറിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 100ലധികം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ 7 പേർ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. സസ്യശാസ്ത്രത്തിലുള്ള മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പി വേണുഗോപാൽ. നെടുമങ്ങാട് പഴകുറ്റി സ്വദേശി. BSSCയിലെ ടെക്നിക്കൽ സെഷൻ എഞ്ചിനീയറായി വിരമിച്ചു. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യാൻ വിദ്യാർത്ഥികളെയും നെടുമങ്ങാട്ടുകാരെയും പ്രാപ്തരാക്കിയ ജാലവിദ്യക്കാരനാണ്. കാണാത്ത നൂലിൽ കെട്ടി വിരലുകൾ പിണയിച്ച് പാവകളിലൂടെ വിശ്വഭാഷ പഠിപ്പിക്കുന്നു. ശാസ്ത്ര അവബോധവും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും ലഹരിമുക്ത പ്രവർത്തനങ്ങളും ജനകീയമാക്കാൻ പാവക്കൂത്തിലൂടെ തലമുറകൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നുണ്ട്. പാവകളിയിൽ നവരസങ്ങൾ തേടുകയും പാവകളിയിൽ ഗവേഷണം നടത്തുകയും ചെയ്യുകയാണ് ഇദ്ദേഹം. പാവകളിയിലൂടെയുള്ള ഇംഗ്ലീഷ് പഠനം ഏത് വിദ്യാർത്ഥിയെയും നിശ്ചിത ദിവസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിപ്പിക്കും. ഇതിനകം 700ഓളം വേദികളിൽ പാവകളി നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മദ്യപാന ആസക്തിയുടെ ദൂഷ്യഫലങ്ങൾ പങ്കുവയ്ക്കുന്ന കൊഴുക്കട്ടയപ്പം, വ്യക്തിത്വ വികാസം പശ്ചാത്തലമാക്കിയുള്ള മണ്ടൻ മല്ലൻ തുടങ്ങിയ നാടകങ്ങൾ ഏറെ കയ്യടി നേടിയിട്ടുണ്ട്. എണ്ണമറ്റ വേദികളിൽ ജ്യോതിശാസ്ത്ര ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. മികവ് നോക്കി കുട്ടികളെ തരംതിരിക്കരുത്, പഠനം പാൽപ്പായസം പോലെ ആകണം, അധ്യാപനം അതിമധുരവും ആകണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ അധ്യാപന രീതിയിലുള്ള പോളിസി. സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രമല്ല, എല്ലാ വിഷയങ്ങളും പാവകളിയിലൂടെ ഈസിയായി ഇദ്ദേഹം പഠിപ്പിക്കുന്നു. ഈ രീതിയുടെ സാധ്യത മനസ്സിലാക്കിയ വിദഗ്ധർ പ്രൈമറി ക്ലാസ്സുകൾ ഇദ്ദേഹത്തിൻ്റെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ചാങ്ങ, പേരയം, കഴുനാട് ഗവൺമെൻറ് സ്കൂളുകളിൽ പാവനടനത്തിനായി പ്രത്യേകം തിയേറ്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വെമ്പായം പഞ്ചായത്തിലെ 8 പ്രീ പ്രൈമറി സ്കൂളുകളിൽ 10 പാവകൾ വീതം ഇദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശ്രീ ചിത്ര പൂർ ഹോം എന്നിവിടങ്ങളിൽ പരിശീലനം നൽകി വരുന്നു. നാട്ടുകാർ സ്നേഹപൂർവ്വം വേണുസാർ എന്ന ആദരപൂർവ്വം വിളിക്കുന്ന ഇദ്ദേഹം മണിപ്പൂർ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇമ്പാക്റ്റ് ഓഫ് പപ്പട്രി ഓൺ വാല്യൂ ഡെവലപ്മെൻറ്റ് എന്ന തീസിസിൽ PhD ചെയ്യുകയാണ്. പാവകളി മാത്രമല്ല, യോഗ, സംഗീതം, നാടകം, ശില്പശാല എന്നിവയിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. വ്യത്യസ്തമായ അധ്യാപന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ ഇന്ദുലേഖ കെ. തിരുവനന്തപുരം കുളത്തൂർ സ്വദേശി. ഡോക്ടർ. കൊല്ലം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ജന്തുശാസ്ത്രത്തിൽ ബിരുദവും ക്ലിനിക്കൽ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. ഗ്ലോബൽ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഓണററി PhD, മൂഹാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBBSഉം പൂർത്തിയാക്കി. തുടർന്ന് മെഡിക്കൽ സയൻസിൽ MRCPയും ജനറൽ മെഡിസിനിൽ MDയും കഴിഞ്ഞു. നിലവിൽ തിരുവനന്തപുരം കുളത്തൂർ ലൈഫ് കെയർ ആശുപത്രിയിൽ മാനേജിംഗ് ഡയറക്ടറായും ഫിസിഷ്യനായും സേവനമനുഷ്ഠിച്ചു വരുന്നു. തിരുവനന്തപുരം മീഡിയ സിറ്റിയുടെ കർമ്മരത്ന പുരസ്കാരവും വേൾഡ് ചാരിറ്റി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഇൻ്റർനാഷണൽ ഡോക്ടറേറ്റ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുരേഷ് കുമാർ കെ. മലപ്പുറം സ്വദേശി. 1989 രാജ്യസേവനത്തിനായി നിയുക്തനായത്. ITB പോലീസിലും CBI ആൻറ്റി കറപ്ഷൻ ബ്രാഞ്ച് ന്യൂഡൽഹിയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തീവ്രവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന 1989 പഞ്ചാബിലെ ജലന്ധറിലായിരുന്നു ആദ്യത്തെ പോസ്റ്റിംഗ്. തുടർന്ന് ജമ്മു കാശ്മീരിലെ വേറിനാഗ്, അനന്തനാഗ് ജില്ലകളിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ തീവ്രവാദികളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും അവരുടെ താവളങ്ങൾ കണ്ടെത്തുന്നതിനും സാധിച്ചു. ആ ഉദ്യമത്തിൽ തീവ്രവാദികളെ പിടിക്കാനും സാധിച്ചിട്ടുണ്ട്. അതിന് നിരവധി ഗുഡ് സർവീസ് എൻട്രി റിവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. 1993 മുതൽ CBI ആൻറ്റി കറപ്ഷൻ ബ്രാഞ്ച് ന്യൂഡൽഹിയിൽ ജോലി ചെയ്തു. ബാംഗ്ലൂർ, കൊച്ചി, ഗുവാഹട്ടി എന്നീ സ്ഥലങ്ങളിൽ നിരവധി അഴിമതി കേസുകൾ അന്വേഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. യൂറിയ കുംഭകോണത്തിൽ, അതുപോലെ തന്നെ ഭോപ്പാൽ വിഷബാധ ദുരന്തം എന്നീ പ്രമുഖ കേസുകളുടെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുകയും അതിൻ്റെ പേരിൽ നിരവധി ഗുഡ് സർവീസ് എൻട്രികളും റിവാർഡുകളും ലഭിക്കുകയും ചെയ്തു. ഉദ്യോഗത്തിൽ നിന്നും സ്വയം വിരമിച്ചതിന് ശേഷം സാമൂഹ്യ സേവനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. കൊറോണ കാലത്തും വെള്ളപ്പൊക്ക സമയത്തും ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അനാഥാലയങ്ങൾ, സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർ എന്നിവർക്ക് വേണ്ടിയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു.
രാജ്യരക്ഷാ സേവകൻ എന്ന നിലയിൽ നടത്തിയ സേവനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ബിജു കാരക്കോണം, തിരുവനന്തപുരം കാരക്കോണം സ്വദേശി, വന്യജീവി ഫോട്ടോഗ്രാഫർ, ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ, സാമൂഹ്യ പ്രവർത്തകൻ, പ്രകൃതി സ്നേഹി. കേരളത്തിലെ വനങ്ങളുടെയും വന്യജീവികളുടെയും മനോഹരമായ ചിത്രങ്ങളിലൂടെ ഇദ്ദേഹം ലോകശ്രദ്ധ നേടി. ഈ ചിത്രങ്ങൾ നിരവധി ആളുകൾക്ക് പ്രകൃതിയെക്കുറിച്ച് അവബോധം നൽകി നിരവധി നാഷണൽ ഇൻ്റർനാഷണൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് 50ഓളം ലേഖനങ്ങൾ മാതൃഭൂമി, കേരള കൗമുദി അതുപോലെ തുടങ്ങി മലയാളം, ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും ഓൺലൈൻ മീഡിയകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വനനശീകരണം, മലിനീകരണം തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നു. പ്രകൃതി ബോധവൽക്കരണ ഫോട്ടോഗ്രാഫി എക്സിബിഷനുകളും പ്രകൃതി അടുത്തറിയാനുള്ള യാത്രകളും കുട്ടികൾക്കായി നിരവധി പ്രകൃതി പഠന ക്യാമ്പുകളും 2006 മുതൽ നടത്തിവരുന്നു. കേരളത്തിലെ വന്യജീവിതത്തെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും നിരവധി ഡോക്യുമെൻ്ററികൾ നിർമ്മിച്ചിട്ടുണ്ട്. യൂണിസെഫ്, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ മേഖലകളിലേക്ക് വേണ്ടി 100 കണക്കിന് ഡോക്യുമെൻ്ററികളാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. കുറത്തിക്കുടിയിലെ ഗോത്രവർഗ വിഭാഗത്തിലെ കുട്ടികളെയും അവിടുത്തെ നാട്ടുകാരെ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഒരേ പകൽ എന്ന ഷോർട്ട് ഫിലിം ജനമനസ്സുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നിരവധി സംഗീത ആൽബങ്ങൾ ഷൂട്ട് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 30 വർഷത്തെ ഫോട്ടോഗ്രാഫി ജീവിതത്തിലും 20 വർഷത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും നിരവധി സംഘടനകളിൽ നിന്ന് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പരിസ്ഥിതി അവബോധം ജനങ്ങളിൽ ഉറപ്പിക്കാൻ ഇതുവരെയായി സ്വന്തമായി 77 ഫോട്ടോഗ്രാഫി എക്സിബിഷനുകൾ, 3 പെയിൻറ്റിംഗ് എക്സിബിഷനുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ഫേമസ് വെബ്സൈറ്റായ ഗുഡ് റീഡ്സിൽ 100ഓളം ഉദ്ധരണികൾ ഇക്കാര്യത്തിൽ ഇദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാകേഷ് രാജ, തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി, അഭിനേതാവ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, മാധ്യമ പ്രവർത്തകൻ, പ്രൊഡ്യൂസർ, സിനിമ ഫിനാൻസ് കൺട്രോളർ, ചാനൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ, ന്യൂസ് ആങ്കർ, സാമൂഹ്യ പ്രവർത്തകൻ. തിരക്കഥ, മേൽവിലാസം, സുഭദ്ര, ആരതി തുടങ്ങിയ സിനിമകളിലും കൺസ്യൂമർ ഫെഡ്, കേരള സ്റ്റേറ്റ് ലോട്ടറി, ഫാത്തിമ, സ്വയംവരം തുടങ്ങിയ പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. മാലയോഗം, സ്വാന്തനം, കുടുംബവിളക്ക്, രഹസ്യം അങ്ങനെ ധാരാളം സീരിയലുകളിലും അതുപോലെ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ്, ഫ്ലവേഴ്സ് ചാനലിലെ സുഗമോ ദേവി എന്നീ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. മേക്കപ്പ്, ആലിയ, സമ്മതം തുടങ്ങി നിരവധി ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ്, ന്യൂസ് റിപ്പോർട്ടർ, ന്യൂസ് മലയാളം, ചന്ദ്രിക, സിറാജ് എന്നിവയിൽ വാർത്താ വിഭാഗം കൈകാര്യം ചെയ്യുന്നു. വാർത്തകളിലൂടെ നിരവധി സാമൂഹ്യ ഇടപെടലുകൾ നടത്തി പൊതുസമൂഹത്തിന് അനിവാര്യമായ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. കേരള റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന ട്രഷറർ, കാട്ടാക്കട പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിക്കുന്നു. ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം, റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം എന്നിവയായി സഹകരിച്ച് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. സൗജന്യമായി രോഗികൾക്ക് രക്തം എത്തിച്ചു നൽകാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളും അതിന് ആവശ്യമായ മറ്റു ഇടപെടലുകളും നടത്തിവരുന്നു. മീഡിയ രംഗത്തെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ആത്മാനന്ദ യോഗി സോമൻ വൈദ്യ, പത്തനംതിട്ട അടൂർ സ്വദേശി, സിദ്ധവൈദ്യൻ. 1995 അടൂർ ശ്രീ വിമലാനന്ദ യോഗീശ്വര ഗുരുകുലത്തിൽ നിന്ന് വേദാന്തഭൂഷൺ ബിരുദം നേടി. മരുത്തോമല ബ്രഹ്മശ്രീ രാമകൃഷ്ണാനന്ദ സ്വാമികളിൽ നിന്ന് യോഗദീക്ഷയും ആത്മാനന്ദ യോഗി എന്ന നാമവും ലഭിച്ചു. 1992 മുതൽ ഈ കാലയളവ് വരെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ നിന്നടക്കം അസാധ്യം എന്നെഴുതി തള്ളിയ മാരക രോഗബാധിതരായ അനേകം ആളുകളെ സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 2005 ശാന്തിതം സിദ്ധവൈദ്യമഠം, ആത്മാനന്ദ യോഗപീഠം എന്നിവ ആരംഭിച്ചു. 2012 ഹരിപ്പാട്ട്, ചെമ്പകത്ത്, കൊട്ടാരത്തിൽ ശാന്തിതം ക്യാൻസർ സെൻറ്റർ ആരംഭിച്ചു. 2022 അടൂരിൽ സ്വന്തമായി സ്ഥലം വാങ്ങി സിദ്ധവൈദ്യ ഗുരുകുലം സ്ഥാപിച്ചു. ഇപ്പോൾ ആയുർവേദ ഡോക്ടർമാരും വൈദ്യന്മാരും ഉൾപ്പെടെ 35-ൽ പരം ആളുകൾ സിദ്ധവൈദ്യം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രേഷ്ഠ സേവ പുരസ്കാരം, ശിവഗിരിയിൽ നിന്നുള്ള പാരമ്പര്യ പുരസ്കാരം, കാലടി ശ്രീ ശങ്കര നിലയത്തിലെ ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ പുരസ്കാരം തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പാരമ്പര്യ വൈദ്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഉപഹാരം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ ഇ കെ ഗോവിന്ദവർമ്മ രാജ, കോഴിക്കോട് മാങ്കാവ് സ്വദേശി, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലും UAE, USA യൂണിവേഴ്സിറ്റികളിലും ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഗവേഷണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാടൻ കളികളുടെ ഗ്രാമക്കേളി നടത്തി ദത്തങ്ങൾ ശേഖരിച്ചു. ഫോക്ലോർ സൊസൈറ്റി ഓഫ് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ്,
കോഴിക്കോട് ജില്ലയിലെ നാടൻ കലകളുടെയും കലാകാരന്മാരുടെയും ഡയറക്ടർ തയ്യാറാക്കുന്ന പ്രോജക്റ്റിൽ ദത്തശേഖരണം നടത്തി റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഹിരോഷിമ, ജൂലിയസ് സീസർ, കളി, പഴങ്കഥകളിൽ ഫോക്ലോർ പഠന സിദ്ധാന്ത തലം, പ്രജാഭരണത്തിലെ രാജർഷികൾ, സർപ്പന്റ് പ്രിൻസ്, ദി കിങ് വിത്തൗട്ട് എ ക്രൗൺ, ലോർ ആൻഡ് ലൈഫ് ഓഫ് കേരള ഫോക്ക് എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫോക്ലോർ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അക്കാദമിക് കൗൺസിൽ അംഗം, ആകാശവാണി ഓഡിഷൻ കമ്മിറ്റി അംഗം, മലയാള സർവകലാശാല പൈതൃക പഠന ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം, അക്കാദമിക് കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. 5 പേർക്ക് PhD ഗൈഡ് ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഫോക്ലോർ പഠന വിഭാഗം അധ്യക്ഷനായിരുന്നു. ഇന്ത്യൻ ഫോക്ലോർ റിസർച്ച് ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. നാടൻ കലകളുടെ ഗവേഷണത്തിൽ നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ചന്ദ്രൻ നായർ, തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശി, ജീവകാരുണ്യ പ്രവർത്തകൻ. ആദ്യമായി 1982 എറണാകുളം വൈപ്പിനിലെ മദ്യദുരന്തം നടന്നപ്പോൾ അവശരായ ആൾക്കാരെ സഹായിക്കുവാൻ ഉണ്ടായിരുന്നു. തുടർന്ന് ജീവകാരുണ്യ മേഖലയിലേക്ക് സ്വയം ഇറങ്ങുകയായിരുന്നു. ചോറ്റാനിക്കര അമ്പലത്തിൽ 2 വൃദ്ധമാതാക്കളെ ഉപേക്ഷിച്ച നിലയിൽ കാണുകയും അവരെ സാമൂഹ്യക്ഷേമ ഓഫീസ് സുരക്ഷിതമായി ഏൽപ്പിക്കുകയും ചെയ്തു. വൃക്ക മാറ്റിവെച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ച 4 നിർധനരായ രോഗികൾക്ക് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് ധനസഹായം വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു. ഓപ്പൺ ഹാർട്ട് സർജറി, ക്യാൻസർ, ഡയാലിസിസ്, അപകടത്തിനെ തുടർന്നുള്ള കോമ എന്നിവയിൽപ്പെടുന്ന നിരവധി സാധുക്കൾക്ക് കഴിയാവുന്ന സഹായം ഇപ്പോഴും ചെയ്തു വരുന്നു. 19 വർഷമായി തിരുവനന്തപുരം പേയാട് കേന്ദ്രമായി സിനിമാ നടൻ ശ്രീ ജഗദീഷ് ശ്രീകുമാർ രക്ഷാധികാരിയായിട്ടുള്ള സത്യാന്വേഷണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വൃദ്ധസദനത്തിലുള്ള 35 മാതാപിതാക്കളെ മെമ്പറും വോളണ്ടിയറും മുൻ ജോയിൻറ്റ് സെക്രട്ടറിയും എന്ന നിലയിൽ സംരക്ഷിച്ചു വരുന്നു. വിളപ്പിൽശാലയിൽ 14 വയസ്സുള്ള ഒരു നിർധന പെൺകുട്ടിക്ക് RCCയിൽ മജ്ജ മാറ്റി വയ്ക്കുന്നതിന് പരമാവധി തുക സമാഹരിച്ച് നൽകി. വില കൂടിയ മരുന്നുകൾ സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വാങ്ങി നൽകിയിട്ടുണ്ട്. ക്രോണിക് ഡയാലിസിസുകാരനായ വ്യക്തിക്ക് ഒരാഴ്ചത്തേക്ക് 5000-ഓളം രൂപയാണ് ചെലവ് വരുന്നത്. അത് നൽകി വരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് നേമം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭൂമി വാങ്ങിക്കൊടുത്തു. ആ ഭൂമിയിൽ വീട് വയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. വിളപ്പിൽ വില്ലേജിലെ ഒരു സാധു കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുകയും ആ വീട്ടിലെ പെൺകുട്ടിയെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു. അസുഖം വന്ന് ചികിത്സ നടത്താൻ നിവൃത്തിയില്ലാത്ത കുടുംബത്തെ തിരിച്ചറിഞ്ഞ് സുഹൃത്തുമായി ചേർന്ന് എല്ലാ മാസവും 1500 രൂപയുടെ പലവ്യഞ്ജനവും ചികിത്സാ ചെലവും എത്തിക്കുന്നുണ്ട്. സത്യാന്വേഷണ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് 2024 ഏറ്റവും നല്ല ശുചിത്വമുള്ള വൃദ്ധസദനത്തിനുള്ള കേരള സർക്കാരിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച ജീവകാരുണ്യ പ്രവർത്തന സ്ഥാപനത്തിനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്. മലയാളം ന്യൂസ് നെറ്റ്വർക്കിൻ്റെ ഈ വർഷത്തെ സാമൂഹ്യനീതി പുരസ്കാരവും ലഭിച്ചു. മികച്ച കാരുണ്യ പ്രവർത്തകനുള്ള അവാർഡ്, റെസിഡൻസ് അസോസിയേഷൻ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മണക്കാട് R. പത്മനാഭൻ, തിരുവനന്തപുരം മണക്കാട് സ്വദേശി, കേരള സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന മുതിർന്നവരുടെ തുടർ വിദ്യാഭ്യാസ വകുപ്പിൽ പ്രോജക്റ്റ് അസിസ്റ്റൻ്റായി സേവനം അനുഷ്ഠിച്ചുകൊണ്ട് പൊതുരംഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പോയി നിരക്ഷരായ വയോജനങ്ങൾക്ക് പഠന നിലവാരമുണ്ടാക്കാൻ പരിശ്രമിച്ചു. പൊതുരംഗത്തെ കൂടുതൽ സജീവമാകുന്നതിന് വേണ്ടി ജോലി ഉപേക്ഷിച്ചു. വെള്ളാള സമുദായത്തിൻ്റെ മുഖ്യ പ്രസ്ഥാനമായ കേരള വെള്ളാള മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. തപാൽ വകുപ്പിൻ്റെ പോസ്റ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞ 20 വർഷമായി വർഷം തോറും 10,000-ഓളം പേർക്ക് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് പോസ്റ്റ് കാർഡ് തപാലിൽ അയച്ചു വരുന്നു. ഇതിനോടകം 1.5 ലക്ഷം കാർഡുകൾ അയച്ചതിനെക്കുറിച്ച് പ്രമുഖ പത്രങ്ങളിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിന് പല വിവിധ സംഘടനകളിൽ നിന്ന് പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. കേരള വെള്ളാള മഹാസഭ എന്ന സമുദായ സംഘടനയ്ക്ക് ഭാരത സർക്കാരിൻ്റെ ട്രേഡ് മാർക്ക് ലഭിക്കുന്നതിനും കേരളത്തിൽ വെള്ളാള എന്ന സമുദായത്തെ കേരള സർക്കാരിൻ്റെ സാമുദായ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനും മുഖ്യ ശില്പിയായി പ്രവർത്തിച്ചു. ക്യാപ്റ്റൻ ഹർഷൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ സ്ഥാപക സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസ, ആരോഗ്യ, ക്ഷേമ പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന അയ്യാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് സ്പിരിച്വൽ സ്റ്റഡീസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. തിരുവനന്തപുരം മണക്കാട് ശ്രീ ഉജ്ജയിനി മഹാകാളി അമ്മൻ ക്ഷേത്രത്തിൽ 2 വ്യാഴവട്ടക്കാലം സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഇതുകൂടാതെ തിരുവനന്തപുരത്തുള്ള വിവിധ സ്കൂളുകളിൽ കോമേഴ്സ് അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു. 1991 മുതൽ ആചാര്യ സ്റ്റഡി സെൻറ്റർ എന്ന വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിവരുന്നു. നിലവിൽ പഠന വൈകല്യമുള്ളവർക്ക് മാത്രമായുള്ള ട്രാവൻകൂർ നാഷണൽ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി സേവനം നടത്തുന്നു. പൊതുപ്രവർത്തന മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീ കുടവനാട് സുരേന്ദ്രൻ, തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശി, കവി, സാമൂഹ്യ പ്രവർത്തകൻ, കലാകാരൻ. അധസ്ഥിത മേഖലയിലെ കലാവാസനയുള്ളവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഗാനമേള, കാക്കാരിശി നാടകം, കഥാപ്രസംഗം എന്നിവ ഓരോ വർഷവും നൂറിലേറെ സ്റ്റേജുകളിൽ അവതരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി വരുന്നു. നാടിൻ്റെ വികസനത്തിന് വേണ്ടി നാട്ടുകാരുടെ സഹായത്തോടെ റോഡ് നിർമ്മാണം, മിനിമം ഗ്യാരണ്ടി അടിസ്ഥാനത്തിൽ ഗ്രാമത്തിൽ വൈദ്യുതി എത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനം എന്നിവ നടത്തിവരുന്നു. കുടവനാട് ഗ്രാമപഞ്ചായത്ത് അംഗനവാടി സ്ഥാപിക്കുവാനും ശീലൻ മെമ്മോറിയൽ ആർട്സ് ക്ലബിന് വേണ്ടി ഓരോ വ്യക്തികളിൽ നിന്നും സൗജന്യമായി 5ഉം 2 സെൻറ്റ് സ്ഥലം ദാനമായി സംഘടിപ്പിച്ച് കൊടുക്കുവാൻ സാധിച്ചു. പത്രമാധ്യമങ്ങളിലും മാസികകളിലും ലേഖനങ്ങളും കവിതകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കളപക്കൂട്ട് എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. ലേഖന സമാഹാരം പുസ്തകമാക്കാൻ ഒരുങ്ങുകയാണ്. ശ്രീ നാരായണ സാംസ്കാരിക സംഘം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പ്രഗത്ഭരായ പല ആധ്യാത്മിക ആചാര്യന്മാരുടെ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ തിരുവനന്തപുരത്തും മറ്റ് പ്രദേശങ്ങളിലും നടത്തുവാൻ നേതൃത്വം വഹിച്ചു. മഹാകവി MP അപ്പൻ, ഡോക്ടർ ശൂരനാട് കുഞ്ഞൻപിള്ള, ഡോക്ടർ വെള്ളായണി അർജുനൻ എന്നിവർ നേതൃത്വം കൊടുത്ത് രൂപവത്കരിച്ച വെളുത്തേരി പെരുന്നെല്ലി സാഹിത്യ സഭ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചു. സാഹിത്യ സമ്മേളനം, കവിയരങ്ങ സമ്മേളനങ്ങളും പ്രശംസനീയ രീതിയിൽ നടത്തിവരുന്നു. മാധ്യമരംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തനിമ മാസികയുടെ ഉപദേശ സമിതി അംഗമാണ്. D. വിനയചന്ദ്രൻ പോയട്രി ഫൗണ്ടേഷൻ സെക്രട്ടറിയുമാണ്. കലാസാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകിയാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി കാർത്തിക ചന്ദ്രൻ, മലപ്പുറം സ്വദേശി, സാഹിത്യകാരി, ചിത്രകാരി, സാമൂഹ്യ പ്രവർത്തക, രാഷ്ട്രീയ പ്രവർത്തക. പഠനകാലം മുതൽ എഴുത്തിലും ചിത്രരചനയിലും ധാരാളം സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇടവഴികൾ എന്ന പേരിൽ ചെറുകഥാസമാഹാരം പുറത്തിറക്കി. SPSS എന്ന സംഘടന സംസ്ഥാന തലത്തിൽ നടത്തിവരുന്ന കഥാരചന മത്സരത്തിലും ചിത്രരചന മത്സരത്തിലും സ്ഥിരമായി 1ാം സ്ഥാനം നിലനിർത്തിയിരുന്നു. ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ജീവിതം ഒരു തീമായി എടുത്ത് ചിത്രങ്ങൾ ക്യാൻവാസിൽ പകർത്തി മലപ്പുറം ടൗൺ ഹാളിൽ പ്രദർശനം നടത്തിയിട്ടുണ്ട്. സുകുമാർ അഴീക്കോട് തത്വമസി ജ്യോതിർഗമയ അവാർഡും SPSS സംഘടനയുടെ ദേശീയ വനിതാവേദി നടത്തിയ ശാക്തേയൻ സമ്മേളനത്തിൽ വിവിധ നിലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്കുള്ള വനിതാ രത്നം അവാർഡും ലഭിക്കുകയുണ്ടായി. BJP മലപ്പുറം ജില്ലാ കമ്മിറ്റി മെമ്പർ, മലപ്പുറം കോട്ടപ്പടി ശ്രീ മണ്ണൂർ ശിവക്ഷേത്ര നവീകരണ കമ്മിറ്റിയുടെ സെക്രട്ടറി, കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ VVM മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ, വിജ്ഞാൻ ഭാരതി മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മലപ്പുറം നഗരസഭയിലേക്ക് BJP സ്ഥാനാർത്ഥിയായി 2 തവണ മത്സരിച്ചു. കോട്ടപ്പടി മിത്രം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ചിത്രരചനാ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സണ്ണി തോമസ്, ഇടുക്കി തോക്കുപ്പാറ സ്വദേശി, രാഷ്ട്രീയ പ്രവർത്തകൻ, കർഷകൻ, സാമൂഹ്യ പ്രവർത്തകൻ. കോൺഗ്രസിൻ്റെ ദേവികുളം നിയോജക മണ്ഡലത്തിൽ വിവിധ പദവികൾ വഹിക്കുകയും ഇപ്പോൾ കർഷക കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം സെക്രട്ടറി എന്ന പദവിയിൽ തുടരുകയും ചെയ്യുന്നു. കൂടാതെ ഡീൻ കുര്യാക്കോസ് MPയുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അംഗമായി പ്രവർത്തിക്കുന്നു. മികച്ച ഏലം കർഷകനും പരിസ്ഥിതി പ്രവർത്തകനുമാണ്. സംസ്ഥാനത്ത് കറുത്ത ഏലക്ക കൃഷി ചെയ്യുന്ന ചുരുക്കം ചില കർഷകരിൽ ഒരാളാണ്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല കർഷകനുള്ള നിരവധി കാർഷിക അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖലയിൽ കാഴ്ചവെച്ചിട്ടുള്ള മികച്ച പ്രവർത്തനത്തിന് ഈ വർഷത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സഹാറ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡോക്ടർ BR അംബേദ്കർ രത്ന അവാർഡ് നൽകി ആദരിച്ചു. കൊറോണ കാലത്ത് രോഗികളായ ആളുകളെ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നതിനും കോവിഡ് ബാധിച്ച് മരിച്ചുപോയവരെ സംസ്കരിക്കുന്നതിനും നേതൃത്വം കൊടുത്തു. പ്രളയബാധിത സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. കാർഷിക വിളകൾ വിറ്റുകിട്ടിയ പണത്തിൻ്റെ ഏറിയ പങ്കും കൊറോണ കാലഘട്ടത്തിലും അതുപോലെ തന്നെ മറ്റ് സമയങ്ങളിൽ നിർധനരായവർക്ക് നൽകി സഹായിച്ചു. സാമ്പത്തിക പരാധീനരായ നിരവധി വിദ്യാർത്ഥികൾക്കും നിർധനരായ രോഗികൾക്കും തൻ്റെ സമ്പാദ്യത്തിൻ്റെ ഏറിയ പങ്ക് നൽകി സഹായിച്ചു വരുന്നു. വടംവലി എന്ന കായിക മാമംഗത്തിലൂടെ കേരളത്തിലുടനീളമുള്ള കായിക പ്രേമികൾക്ക് സുപരിചിതനാണ് ഇദ്ദേഹം. ഇടുക്കിയുടെ സ്വന്തം ബാഹുബലി എന്ന അപരനാമത്തിലാണ് വടംവലി രംഗത്ത് അറിയപ്പെടുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിരവധി വടംവലികൾക്ക് ക്യാപ്റ്റനായിരുന്നു. ഒട്ടനവധി ടീമുകളെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മികച്ച വടംവലിക്കാരനും മികച്ച വടംവലി കോച്ചിനും ഉള്ള നിരവധി പുരസ്കാരങ്ങൾ പലതവണ സ്വന്തമാക്കിയിട്ടുണ്ട്. വടംവലി എന്ന കായിക കലയിൽ നിരവധി ശിഷ്യന്മാരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാർത്തെടുക്കാൻ സാധിച്ചു. 2000 ബാച്ച് ഷോട്ടോഖാൻ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടി. 7 ക്ലാസ്സുകളിലായി 500-ലധികം കുട്ടികൾക്ക് ഫ്രീ ആയി ട്രെയിനിങ് നൽകി വരുന്നു. സിനിമാ മേഖലയിലും അഭിനേതാവും പിന്നണി പ്രവർത്തകനായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. സാമൂഹ്യ മേഖലയിലെയും അതുപോലെ തന്നെ കാർഷിക മേഖലയിലെയും സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അനൂപ് V. ജോൺ, എറണാകുളം കോതമംഗലം സ്വദേശി,
സ്കൂൾ കോളേജ് പഠനശേഷം റബ്ബർ ഷീറ്റ് വ്യാപാരിയായി തുടരുന്നു. 2005 കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച സായാഹ്ന ദിനപത്രത്തിൽ റിപ്പോർട്ടറായി മാധ്യമപ്രവർത്തന മേഖലയിൽ തുടക്കം കുറിച്ച ശേഷം കേരള കൗമുദി, മംഗളം, കേരള പ്രണാമം, കേരള ഭൂഷണം തുടങ്ങിയ ദിനപത്രങ്ങളിൽ മാധ്യമപ്രവർത്തകനായി. നിലവിൽ മംഗളം ന്യൂസ് ഓൺലൈനിൽ എഡിറ്ററായി സേവനമനുഷ്ഠിക്കുന്നു. മാധ്യമപ്രവർത്തനത്തോടൊപ്പം കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തനത്തിൽ സത്യത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത പ്രകടിപ്പിക്കുകയും ഉൾക്കാഴ്ചയുള്ളതും സ്വാധീനമുള്ളതുമായ നിരവധി വാർത്തകൾ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 പതിറ്റാണ്ട് മാധ്യമപ്രവർത്തനത്തിനിടയിൽ നിരവധിയായ അഴിമതി വാർത്തകളും ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറികളും ലേഖനങ്ങളുമാണ് ഇടം പിടിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ജേർണലിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ്, കേരള ജേർണലിസ്റ്റ് യൂണിയൻ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. മാധ്യമ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പി മോഹനൻ പിള്ള, ആലപ്പുഴ നൂറനാട് സ്വദേശി, മാധ്യമപ്രവർത്തകൻ. കഴിഞ്ഞ 35 വർഷമായി മാധ്യമരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. നിലവിൽ ജന്മഭൂമി ദിനപത്രത്തിൻ്റെ മാവേലിക്കര ചാരുമൂട് ബ്യൂറോ ലേഖകനാണ്. ഈ കാലയളവിനുള്ളിൽ ഒട്ടനവധി വാർത്തകൾ ജന്മഭൂമിയിലൂടെ പുറത്തു കൊണ്ടുവരാനും മിക്കതിനും അധികാരികളെ കൊണ്ട് നടപടിയെടുപ്പിക്കുവാനും നാടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമാകാനും സാധിച്ചിട്ടുണ്ട്. തുടക്കം സിനിമ മാസിക ചിത്രരമയുടെ ബാംഗ്ലൂർ പ്രതിനിധിയായിട്ടായിരുന്നു. തുടർന്ന് എക്സ്പ്രസ് പത്രത്തിന് ലേഖകനായി. ഈ സമയം തന്നെ സുനന്ദ, തരങ്കിണി, താരാട്ടം, മാമ്പഴം, മംഗളം എന്നീ വാരികകളിലും ക്രൈം മാസികകളിലും ഒട്ടനവധി ഫീച്ചറുകൾ എഴുതിയിട്ടുണ്ട്. തമിഴ് രാഷ്ട്രീയ വാരികയായ നക്കീറിലും വർഷങ്ങളോളം പ്രവർത്തിച്ചു. മുതിർന്ന പത്രപ്രവർത്തനമുള്ള കേരള ജേർണലിസ്റ്റ് യൂണിയൻ്റെ ആദരവ്, ചാരുമൂട് പ്രസ് ക്ലബ് ആദരവ്, ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷൻ്റെ എക്സലൻസ് പ്രസ് അവാർഡ്, താമരക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ തിളക്കം മാധ്യമ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. മാധ്യമ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ലിനീഷ് നരയംകുളം, കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി, അഭിനേതാവ്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങി. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നാടകം സംവിധാനം ചെയ്തു തുടങ്ങി. സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ നിരവധി നാടകങ്ങളുടെ സംവിധാനം നിർവഹിച്ചു. ധാരാളം അമച്വർ പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സ്, വടകര വരദ, വടതര സഭ, തിരുമന കമ്മ്യൂണിക്കേഷൻസ്, മലബാർ തിയേറ്റേഴ്സ് എന്നീ ട്രൂപ്പുകളിൽ അഭിനയിച്ചു. 4 നൂറ്റാണ്ടായി കുട്ടികളുടെ നാടക ക്യാമ്പുകളും തിയേറ്റർ പരിശീലനവും നടത്തിവരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ സ്കൂൾ കലോത്സവ നാടക മത്സരങ്ങളുടെ വിധികർത്താവായി പ്രവർത്തിക്കാറുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നാടകങ്ങളിലൂടെ കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളിൽ നാടകങ്ങൾ അവതരിപ്പിച്ചു. പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒട്ടേറെ ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട്. കുടുംബശ്രീ സംസ്ഥാനതല നാടക മത്സരത്തിൽ 2 തവണ 1ാം സ്ഥാനം കരസ്ഥമാക്കി. നാടക അഭിനയത്തിന് ധാരാളം പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അരങ്ങ് കലാകാരന്മാരുടെ ട്രേഡ് യൂണിയൻ, നന്മ, പുരോഗമന, കലാസാഹിത്യ പരിഷത്ത്, കലാവിഭാഗം എന്നിവയിലെല്ലാം അംഗമാണ്. നാടക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പ്രസാദ് ഭാസ്കര, കണ്ണൂർ കേളകം സ്വദേശി, 28 വർഷമായി നൃത്തരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. ദൂരദർശൻ ഗ്രേഡഡ് ആർട്ടിസ്റ്റ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, കുച്ചിപ്പുടി എന്നിവയിൽ പ്രാവീണ്യം. കൈരളി ഭരത പുരസ്കാരം, നാട്യമയൂരം, നാട്യ കൽപ്പധ്രുവം, നിത്യകൗമുദി, നാട്യ കലാചാര്യ തുടങ്ങിയ ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം എന്നിവയുടെ ഗാനരചനയും നൃത്താവിഷ്കരണവും ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ ഭാരത കലാഞ്ജലി എന്ന നൃത്ത സംഗീത വിദ്യാലയം നടത്തിവരുന്നു. നിലവിൽ ഓൾ ഇന്ത്യ ക്ലാസിക്കൽ ഡാൻസ് പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പാളയം അശോക്, തിരുവനന്തപുരം സ്വദേശി, ട്രേഡ് യൂണിയൻ നേതാവ്. രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ പ്രവേശിച്ച് തൻ്റേതായ കാഴ്ചപ്പാടിലെ സാധാരണക്കാരായ വ്യാപാരികളുടെ ക്ഷേമത്തിനും ഐക്യത്തിനും വേണ്ടി സംസ്ഥാന വ്യാപകമായി തൊഴിലാളികളെയും അസംഘടിതരായ വ്യവസായ രംഗത്തുള്ളവരെയും ഏകോപിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി സേവനമനുഷ്ഠിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപാരി വ്യവസായ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു വരുന്നു. അസംഘടിത വർത്തത്തെ സാമൂഹ്യമായും സാമ്പത്തികമായും സമൂഹത്തിൽ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിച്ചു വരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി നല്ലൊരു വിഭാഗം ജനതയ്ക്ക് സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ മുന്നോക്കം എത്തപ്പെടുവാൻ സാധിച്ചു. സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാജൻ CC, തൃശ്ശൂർ പാത്രമംഗലം സ്വദേശി,
യുവപ്രതിഭാ പുരസ്കാരം, തൃശൂർ വടക്കുംനാഥ കലാസമിതിയുടെ പൊൻതിലമ്പ് പുരസ്കാരം തുടങ്ങി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മലയാളം ശ്രീമതി മീര പ്രതാപ്, കോഴിക്കോട് പുതിയാറ് സ്വദേശിയാണ്. ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത് നമുക്ക് നമ്മുടെ ആദ്യ മലയാള നോവലായ കുന്തലതയുടെ കർത്താവായ യേശുശേരി നായർ റാവു ബഹദൂർ ടി എം അപ്പു നെടുങ്ങാടിയുടെ പൗത്രിയാണ്. ഗാനരചന, സംഗീത സംവിധാനം, ഗാനാലാപനം, ചിത്രരചന, കാർട്ടൂൺ രചന, കവിതാരചന, കഥാരചന എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു. സ്കൂൾ യുവജനോത്സവത്തിൽ സംസ്ഥാന തലത്തിലും ബി സോൺ കലോത്സവത്തിലും പങ്കെടുത്ത് ധാരാളം സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ഇതുകൂടാതെ നാടക അഭിനയം, കാർട്ടൂൺ രചന, മോണോ ആക്ട്, നൃത്തം എന്നിവയിലും പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് ലളിത സംഗീതത്തിൽ ബി ഹൈഗ്രേഡ് നേടിയ ഗസ്റ്റ് ആർട്ടിസ്റ്റാണ്. ആകാശവാണിയിൽ 3 പതിറ്റാണ്ടിലേറെക്കാലം ലളിതഗാനങ്ങളും കവിതകളും അവതരിപ്പിച്ചിട്ടുണ്ട്. ദൂരദർശനിലും ലളിതഗാനം അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വന്തമായി രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച സ്വപ്നഗീതം എന്ന മ്യൂസിക് ആൽബം റിലീസ് ചെയ്തിട്ടുണ്ട്. ഗാനാലാപനത്തിന് വയലാർ അവാർഡ് നേടിയിട്ടുണ്ട്. കവിതാ സമാഹാരത്തിന് പ്രവാസി വെൽഫെയർ സെൻ്ററിൻ്റെ മഹാകവി ഉള്ളൂർ മെമ്മോറിയൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സംഗീതം, ചിത്രകല എന്നീ മേഖലകളിലെ നേട്ടങ്ങൾക്ക് കൊല്ലൂർ മഹാകവി കുട്ടമത്ത് സംസ്കൃതി കേന്ദ്രത്തിൻ്റെ അമൃതരശ്മി അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മാതൃഭൂമി, മനോരമ, ജന്മഭൂമി തുടങ്ങിയ പത്രങ്ങളിൽ കവിതകളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് വിമൻസ് ഇന്ത്യൻ അസോസിയേഷനിൽ 3 പതിറ്റാണ്ടോളമായി മെമ്പറാണ്. ഈ സംഘടനയുടെ പ്രസിദ്ധീകരണമായ പത്മവാണി, മാനസി എന്നിവയുടെ പത്രാധിപരായും ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ യൂത്ത് അസോസിയേഷനിലും കുറേ വർഷങ്ങൾ അംഗമായി പ്രവർത്തിക്കുന്നു. കലാസാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. കുമാരി ഗൗരി ഗവേഷ്, ആലപ്പുഴ പൊന്നാട് സ്വദേശി. സ്വന്തം പിതാവ് നിർമ്മിച്ചുകൊണ്ടിരുന്ന ബൾബ് നിർമ്മാണം കണ്ടുപഠിച്ച് പിതാവിന് അത് ചെയ്യാൻ വയ്യാതെ അസുഖബാധിതനായിരുന്ന കാലത്ത് ബൾബ് നിർമ്മാണം സ്വയം ഏറ്റെടുക്കുകയും അങ്ങനെ പിതാവിനെ സഹായിക്കുകയും ചെയ്തു. പൊന്നാട് ഗവൺമെൻറ് LP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. മുടങ്ങിപ്പോയ തങ്ങളുടെ വീട് പണി പൂർത്തിയാക്കാനാണ് സ്വന്തം പിതാവിനെ സഹായിക്കാൻ ബൾബുകൾ ഉണ്ടാക്കി സഹായിക്കുന്നത്. 9 വയസ്സുള്ള ഗൗരിയെക്കുറിച്ച് വാർത്താ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അറിഞ്ഞ് ഗൗരി ഗവേഷണ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ ആദരിച്ചിട്ടുണ്ട്. കുട്ടി പ്രതിഭ എന്ന നിലയിലാണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. കുമാരി ശിവലക്ഷ്മി, എറണാകുളം മൂവാറ്റുപുഴ സ്വദേശി. 4 വയസ്സുള്ള ചക്കി എന്ന് വിളിക്കുന്ന ശിവലക്ഷ്മി വെള്ളാരങ്കല LP സ്കൂളിൽ LKG വിദ്യാർത്ഥിനിയാണ്. സ്വന്തമായി ക്യൂൻ ചക്കീസ് എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. കാവക്കാട് സെൻറ്റ് ജോസഫ്സ് അനാഥ മന്ദിരത്തിലെ അമ്മമാരുടെ ദൈനംദിന ചെലവിന് വേണ്ടിയാണ് ഈ തുക വിനിയോഗിക്കുന്നത്. കൂടാതെ 10,000-കണക്കിന് പേർ ചക്കിയുടെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലുണ്ട്. മനോഹർ പെരുമ്പാവൂർ സംവിധാനം ചെയ്യുന്ന രക്തകുങ്കുമം എന്ന സിനിമയിൽ ബാലനടിയായി അഭിനയിച്ചു വരികയാണ്. കൂടാതെ വിവിധ കലാരംഗങ്ങളിലും മികവ് തെളിയിച്ചിട്ടുണ്ട്. ശിവലക്ഷ്മിയും കുട്ടി പ്രതിഭ എന്ന നിലയിലാണ് ഭാരത് സേവക് ഉപഹാരം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അലി ഫാത്തിമ, തിരുവനന്തപുരം പേയാട് സ്വദേശി. 2022, 23, 24 സ്റ്റേറ്റ് CBSE കലോത്സവ ജേതാവാണ്. ഡാൻസ്, മാപ്പിളപ്പാട്ട്, സ്റ്റോറി റൈറ്റിംഗ് എന്നിവയിലാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. 2023 കേരള സ്റ്റേറ്റ് ശലഭറാണി, CBSE സ്റ്റേറ്റ് ICSE ഇന്റർ സ്കൂൾ ബെസ്റ്റ് ആക്ടർ, മോഹിനിയാട്ടം, സെമി ക്ലാസിക്കൽ ഡാൻസ്, ജൻകാര ഫെസ്റ്റ് എന്നിവയ്ക്ക് കർണാടക ഗവൺമെൻറ്റിൻ്റെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കലാനിധി ബാലകൾ പ്രതിഭ അവാർഡ്, കലാനിധി വയലാർ ബാലസാഹിത്യ അവാർഡ്, മൃണാളിനി നൃത്ത സംഗീത അവാർഡ്, 2024 ബിച്ചു തിരുമല നവാഗത സംഗീത പുരസ്കാരം, 2024 ജില്ലാ ശലഭമേള കഥാപ്രസംഗ ജേതാവ്, CBSE 10th ഗ്രേഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. CBSEയിൽ 10ാം ക്ലാസ്സിൽ 95% മാർക്ക് വാങ്ങി പാസ്സായ കുട്ടിയാണ്. നാഷണൽ ലെവൽ ഇംഗ്ലീഷ് ഒളിമ്പ്യാഡ് കോമ്പറ്റീഷൻ വിന്നർ ഈ നിലയിലും അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ദർശിനി ശ്യാം, പാലക്കാട് അകത്തേത്തറ സ്വദേശി, നർത്തകി. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, സെമി ക്ലാസിക്കൽ നൃത്തം എന്നിവയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. അകത്തേത്തറയിൽ ശ്രീ ദുർഗ നൃത്തകലാലയം എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. 15 വർഷത്തെ നൃത്ത ജീവിതത്തിൽ ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളുമായി സഹകരിച്ച് അനവധി വീഡിയോ ആൽബങ്ങൾക്ക് കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്.
കൈവല്യദായിനി എന്ന വീഡിയോ ആൽബം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. വല്ലങ്ങി ശിവക്ഷേത്രം, ചീനകത്തൂർ ദേവീക്ഷേത്രം, കൽമാടം അയ്യപ്പ ക്ഷേത്രം, അകത്തേത്തറ ശ്രീകൃഷ്ണ ക്ഷേത്രം, ചേപ്പിലമുറി മുരുകക്ഷേത്രം തുടങ്ങി ധാരാളം പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. നൃത്തരായ കുട്ടികൾക്കും പ്രായഭേദമന്യേ നൃത്തം അഭ്യസിപ്പിക്കുകയും അവർക്ക് പല വേദികളിലും അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. സ്കൂൾ, കോളേജ് കലോത്സവങ്ങളിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുകയും അവർക്ക് മികച്ച വിജയം നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. നിരവധി വേദികളിൽ വിധികർത്താവായി പോയിട്ടുണ്ട്. മികച്ച ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. നാഷണൽ ക്ലഫ് മ്യൂസിക് അവാർഡ്, ആൽബം കോറിയോഗ്രാഫി മെമൻറ്റോ, ജഡ്ജ്മെൻറ്റ് അവാർഡ്, ക്ഷേത്രസമിതി ഉപഹാരങ്ങൾ തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകിയാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി വിദ്യ പ്രമോദ്, പാലക്കാട് ധോണി സ്വദേശി, നർത്തകി, അധ്യാപിക. 20 വർഷമായി നൃത്ത അധ്യാപികയായി പ്രവർത്തിക്കുന്നു. തമ്പുരു നാട്യകലാലയം എന്ന പേരിൽ ധോണി, അകത്തേത്തറ, കാക്കണ്ണി എന്നീ സ്ഥലങ്ങളിൽ നൃത്ത കലാലയങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. 10ഓളം ക്ഷേത്രങ്ങളിലും വിവിധ വേദികളിലും നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നടന്ന ഏകാത്മകം ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന പരിപാടിയിൽ പങ്കെടുക്കുകയും ഗിന്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്തു. കൊച്ചി മൃദംഗ നാദ മിഷൻ ഒരുക്കിയ ഭരതനാട്യം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പങ്കെടുക്കുവാനും ഇതിൽ നിരവധി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുവാനും സാധിച്ചു. പ്രഗത്ഭരായ വ്യക്തികളുമായി സഹകരിച്ച് ധാരാളം വീഡിയോ ആൽബങ്ങളും കോറിയോഗ്രാഫികളും ചെയ്തിട്ടുണ്ട്. കാൽ തളരാതെ കാക്കണം അയ്യ എന്ന അയ്യപ്പ ഭക്തിഗാനത്തിന് കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകിയാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ A.P. പ്രകാശൻ, കിഴുത്തള്ളി, കണ്ണൂർ താഴേച്ചൊവ്വ സ്വദേശി, കവി, കഥാകൃത്ത്, സാമൂഹ്യ പ്രവർത്തകൻ എന്നിവ കൂടാതെ കളരി, യോഗ, ജിംനേഷ്യം എന്നിവയും ചെയ്തു വരുന്നു. കവിതകൾ, കഥകൾ പത്രങ്ങളിലും നവമാസികളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആത്മപ്രകാശം, കുങ്കുമാർച്ചന എന്നീ പേരുകളിൽ 2 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആധ്യാത്മിക മേഖലകളിൽ പ്രവർത്തിക്കുന്നു. കൊല്ലൂർ മൂകാംബിക ഭക്തനും സൗപർണിക നദിക്കരയിലുള്ള വിദ്യാധര സ്വാമിയുടെ ആശ്രമത്തിൽ ചിരകാലവാസം നയിച്ചു വരികയാണ് ഇദ്ദേഹം. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ജയശ്രീ A, പാലക്കാട് ഒലവക്കോട് സ്വദേശി, നർത്തകി, അധ്യാപിക. 6 വയസ്സ് മുതൽ നൃത്തം പഠിക്കുവാൻ തുടങ്ങി. 7 വർഷമായി കൃത്തിക എന്ന നാട്യ കലാലയത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, സെമി ക്ലാസിക്കൽ നൃത്തം എന്നിവയിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് വാങ്ങാതെയാണ് പഠിപ്പിക്കുന്നത്. അവർക്ക് ധാരാളം വേദികളിൽ നൃത്തം കളിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു. നിരവധി വേദികളിൽ വിധികർത്താവായി പോയിട്ടുണ്ട്. ഗവൺമെൻറ് സ്കൂളിൽ നൃത്ത അധ്യാപികയായി ജോലി നോക്കിയിട്ടുണ്ട്. ശ്രീ ലോക പരമേശ്വരി ക്ഷേത്രം, ശ്രീ തിരുവണങ്ങാട്ടപ്പൻ ശിവക്ഷേത്രം, കണ്ണകിയമ്മൻ ക്ഷേത്രം, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം തുടങ്ങിയ 50ഓളം സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളുമായി നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. നാട്യശ്രീ പുരസ്കാരം, ക്ഷേത്രസമിതി പുരസ്കാരങ്ങൾ, ശ്രീ ഭഗവതി അമ്മൻ എഡ്യൂക്കേഷണൽ പുരസ്കാരം, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് തുടങ്ങി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മീഡിയ സിറ്റി ചിലങ്ക ഇൻ്റർനാഷണൽ അധ്യാപിക വിഭാഗത്തിന് 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ NM രാജീവ്, തൃശ്ശൂർ എടമുട്ടം സ്വദേശി, സ്വയം സംരംഭകൻ. 1985 മുതൽ 2008 വരെ 23 വർഷം വിദേശത്തെ നിക്കോ ഇൻ്റർനാഷണൽ എന്ന വിദേശ കമ്പനിയുടെ കപ്പൽ നിർമ്മാണ മേഖലയിൽ സാങ്കേതിക ജോലിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. മികച്ച സേവനത്തിന് നിക്കോ ഇൻ്റർനാഷണൽ സ്ഥാപനത്തിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. 2008 മുതൽ സ്വന്തമായി സൗരോർജ്ജ കമ്പനി നടത്തുന്നു. കേരളത്തിൽ കൊല്ലം, തിരുവനന്തപുരം, കണ്ണൂർ, പാലക്കാട് എന്നീ 4 ഇടങ്ങളിലായി ഇലെക്സ് എനർജി സോളാർ പാനലുകൾ സ്ഥാപിക്കുകയും സൗരോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു. ഈ പദ്ധതിയിലൂടെ നാട്ടിലെ ധാരാളം ആളുകൾക്ക് ജോലി നൽകാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സംരംഭകൻ എന്ന രീതിയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ശരണ്യ MP, കോഴിക്കോട് പയ്യോളി സ്വദേശി, നർത്തകി, അധ്യാപിക. 20 വർഷമായി നൃത്ത അധ്യാപികയാണ്. കലൈ കാവേരി എന്ന നൃത്ത വിദ്യാലയത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി തുടങ്ങിയ നൃത്തങ്ങളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ നിന്നും ക്ഷേത്ര കമ്മിറ്റികളുടെയും നിരവധി സ്നേഹാദരവുകൾ ലഭിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു കൃതികൾ നൃത്തത്തിലൂടെ അവതരിപ്പിക്കുന്നു. എൻ്റെ ഗുരു സംഘടന കോഴിക്കോട് കോർഡിനേറ്ററാണ്.
അരങ്ങ് 2024 കുടുംബശ്രീ കലോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ മത്സരിക്കുകയും സമ്മാനം നേടുകയും ചെയ്തു. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ കലാമണ്ഡലം സത്യവ്രതൻ, കോഴിക്കോട് ചേലന്നൂർ സ്വദേശി, അധ്യാപകൻ, നർത്തകൻ, കോറിയോഗ്രാഫർ. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം തുടങ്ങിയ കലാരൂപങ്ങളിൽ 40-ൽ പരം പുതിയ ഇനങ്ങൾ ചിട്ടപ്പെടുത്തി ഇന്ത്യക്കകത്തും പുറത്തും നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു. ദേശീയ, സംസ്ഥാന, ജില്ലാ കലോത്സവങ്ങൾക്ക് വിധികർത്താവായി പ്രവർത്തിക്കുന്നു. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, നൃത്തനാട്യ പുരസ്കാരം, നൃത്ത സാധന ദേശീയ പുരസ്കാരം, ഗുരുശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. നിരവധി മ്യൂസിക്കൽ ആൽബങ്ങൾക്കും TV ഷോകൾക്കും കോറിയോഗ്രാഫറായി പ്രവർത്തിച്ചിട്ടുണ്ട്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ നസീർ കോലിയക്കോട്, തിരുവനന്തപുരം കോലിയക്കോട് സ്വദേശി, നാടൻപാട്ട് കലാകാരൻ, അഭിനേതാവ്, മിമിക്രി ആർട്ടിസ്റ്റ്, ഗാനരചയിതാവ്. 18 വർഷമായി പ്രൊഫഷണൽ നാടൻപാട്ട് രംഗത്ത് പ്രവർത്തിക്കുന്നു. 5 വർഷം പ്രൊഫഷണൽ നാടകത്തിൽ ജനസംസ്കൃതി എന്ന നാടക സമിതിയിൽ ആക്ടറായിരുന്നു. ദൂരദർശനിൽ ഭഗത് സിംഗ് എന്ന നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഉമ്മ എന്ന ആർട്ട് ഫിലിമിൽ അഭിനയിച്ചു. ഓർമ്മകളിൽ ഒരു പ്രണയം എന്ന ആൽബത്തിൽ സിംഗർ, മ്യൂസിക്, സ്റ്റോറി, ഡയറക്ഷൻ എന്നീ മേഖലകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സ്വന്തമായി നാടൻ പാട്ടുകളും കവിതകളും രചിച്ചിട്ടുണ്ട്. നിരവധി ഷോർട്ട് ഫിലിമുകളിലും ആൽബങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ നാടക മത്സരത്തിൽ സഹനടനുള്ള അവാർഡ്, പ്രേം നസീർ പുരസ്കാരം, മാനവസേവ വെൽഫെയർ സൊസൈറ്റി കലാരംഗത്തെ മികവിന് മാനവസേവ പുരസ്കാരം, സംഗീത കൂട്ടായ്മ സംഘടിപ്പിച്ച കലാരംഗത്തെ മികവിനുള്ള പുരസ്കാരം, ഓർമ്മകളിലെ ഒരു പ്രണയം എന്ന ആൽബം ചെയ്തതിന് സ്പെഷ്യൽ ജൂറി അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ഈ മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. പാലക്കാട് കണ്ണകി നഗർ സ്വദേശി, നർത്തകി, അധ്യാപിക. 20 വർഷത്തെ നൃത്തപരിചയം. ഭരതനാട്യം, മോഹിനിയാട്ടം, ലസ്സിം കളി, ഒപ്പന തുടങ്ങിയ നൃത്തങ്ങളിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. തിരുവല്ലാമല രാമക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, കൊടുവായൂർ ക്ഷേത്രം, ഒറ്റപ്പാലം ദേവീക്ഷേത്രം, അഞ്ചുമൂർത്തി ക്ഷേത്രം, മുനിസിപ്പൽ ടൗൺ ഹാളുകൾ തുടങ്ങിയ വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. നിരവധി പ്രഗത്ഭരായ വ്യക്തികളുമായി ചേർന്ന് ആൽബങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. സിനിമ കോറിയോഗ്രാഫി ചെയ്തു വരുന്നു. എവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ പുള്ളിമാൻ സിനിമയിൽ കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പാലക്കാട് കണ്ണകി നഗറിൽ ജയശ്രീ ട്രൂപ്സ് എന്ന പേരിലും ശ്രീ ബാലകണ്ണകി നൃത്തവിദ്യാലയം എന്ന പേരിലും 2 സ്ഥാപനങ്ങൾ നടത്തിവരുന്നു. നിർധനരായ കുട്ടികൾക്കും വീട്ടമ്മമാർക്കും അതുപോലെ യുവതലമുറയ്ക്കും നൃത്തം പരിശീലിപ്പിച്ചു കൊടുക്കുകയും അവരെ വിവിധ വേദികളിൽ അവർക്ക് നൃത്തം ചെയ്യാൻ അവസരം നൽകാൻ പ്രയത്നിക്കുകയും ചെയ്യുന്നു. സ്കൂൾ, കോളേജ്, കലോത്സവ വേദികളിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി വേദികളിൽ വിധികർത്താവായി പോകുന്നുണ്ട്. നൃത്തത്തോടൊപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും പ്രവർത്തിച്ചു വരുന്നു. നൃത്ത അധ്യാപിക എന്ന നിലയിൽ നടത്തിവരുന്ന സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി അനുശ്രീ ഷാൻ, ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തം, സെമി ക്ലാസിക്കൽ ഡാൻസ് തുടങ്ങിയ നൃത്തങ്ങളിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഭരതകലാകേന്ദ്രം നൃത്ത വിദ്യാലയത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. വള്ളത്തോൾ വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥിനി കൂടിയാണ്. നിർദ്ധനരായ കുട്ടികൾക്കും മറ്റെല്ലാവർക്കും നൃത്തം പരിശീലിപ്പിച്ച് വിവിധ വേദികളിൽ അവർക്ക് അവസരം നൽകുന്നു. സ്കൂൾ, കോളേജ്, കലോത്സവ വേദികളിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നുണ്ട്. നിരവധി വേദികളിൽ വിധികർത്താവായി പോകുന്നുണ്ട്. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ആരവം 2025 വനിതാ ഫെസ്റ്റിൽ നാടോടി നൃത്തത്തിന് 1ാം സ്ഥാനം ലഭിച്ചു. നൃത്ത അധ്യാപിക എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി നിജിത രാമചന്ദ്രൻ, തൃശ്ശൂർ പെരുമ്പിലാവ് സ്വദേശി, നർത്തകി. 25 വർഷമായി നർത്തകിയും ഡാൻസ് ടീച്ചറായും പ്രവർത്തിക്കുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം, യോഗ, നാടോടി നൃത്തം എന്നീ കലകളിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. വിവിധ സ്റ്റേജ് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. 120 കുട്ടികളെയും 30 വീട്ടമ്മമാരെയും നൃത്തവും യോഗയും അഭ്യസിപ്പിക്കുന്നുണ്ട്. 15 വർഷമായി നൃത്ത ചമയങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഷോപ്പ് കുന്നംകുളത്തും ചങ്ങരംകുളത്തും ഉണ്ട്. 5 പേർക്ക് ജോലി നൽകിയിട്ടുണ്ട്. 12ഓളം സെൻറ്ററുകളിലായി ആർട്ട് സ്കൂളുകൾ നടത്തുന്നുണ്ട്. കുന്നംകുളത്തും ചങ്ങരംകുളത്തും ചിലങ്ക എന്ന പേരിൽ വയലിൻ, കരാട്ടെ, കളരി, നൃത്തം, സംഗീതം, ചിത്രം, യോഗ എന്നിവ നടത്തുന്നു. കടവല്ലൂർ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. 5 വർഷത്തോളം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആയിരുന്നു.
കലാമേഖലയിൽ അധ്യാപിക എന്ന നിലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി അങ്കിത KA. അങ്കിത തൃശ്ശൂർ ചാവക്കാട് സ്വദേശി. 10 വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങി. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഓട്ടൻതുള്ളൽ, കഥകളി എന്നിവയിൽ പ്രാവീണ്യം നേടി. സ്കൂൾ, ഉപജില്ല, ജില്ല, സംസ്ഥാന കലോത്സവങ്ങളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കഥകളിയിൽ നിരവധി പദങ്ങളും ആട്ടക്കഥകളും അവതരിപ്പിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം, മമ്മിയൂർ ശിവക്ഷേത്രം, തിരുവെങ്കട ക്ഷേത്രം, പാർത്ഥസാരഥി ക്ഷേത്രം തുടങ്ങി ധാരാളം ക്ഷേത്രങ്ങളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാളി കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയിലെ അംഗമാണ്. നിവം എന്ന പേരിൽ സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങി പ്രായഭേദമന്യേ എല്ലാവരെയും നൃത്തം അഭ്യസിപ്പിച്ചു വരുന്നു. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഡോക്ടർ വിവേക് K. നമ്പ്യാർ, എറണാകുളം ആലുവ സ്വദേശി. കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് ഹെഡാണ്. സ്ട്രോക്ക് മെഡിസിൻ, സ്ട്രോക്ക് മേധാവി, സ്ട്രോക്ക് ഫെലോഷിപ്പ് പ്രോഗ്രാം ഡയറക്ടർ, നാഷണൽ ടെലി സ്ട്രോക്ക് പ്രോഗ്രാം ഡയറക്ടർ, പ്രൊഫസർ ഓഫ് ന്യൂറോളജി എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്നു. ഇന്ത്യയിലെ ആദിവാസി വനവാസി മേഖലകളിൽ ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് എന്നീ സ്ഥലങ്ങളിലുള്ള ആദിവാസികൾക്ക് വേണ്ടി സ്ട്രോക്കിൻ്റെ പരിചരണ പദ്ധതി ICMRൻ്റെ കീഴിൽ വളരെ വിപുലമായി ചെയ്യുന്നു. അടിസ്ഥാന ചികിത്സ പോലും ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രോക്ക് ചികിത്സ എത്തിക്കുന്നതിനുള്ള വിപുലമായ പദ്ധതിയുടെ മേധാവിയായി ICMR ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് വനവാസികൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു. ടെലിമെഡിസിൻ വഴി ലോകോത്തര നിലവാരമുള്ള സ്ട്രോക്ക് ചികിത്സ കൊടുക്കാനുള്ള സംവിധാനം ICMRൻ്റെ സഹായത്തോടെ ഏർപ്പാട് ചെയ്തു. കേരളത്തിൽ ആദ്യമായി ടെലിസ്ട്രോക്ക് സംവിധാനം നടപ്പാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചു. സ്ട്രോക്ക് രോഗികൾ ഉണ്ടാകുന്ന തളർച്ചാ രോഗം, പോസ്റ്റ് സ്ട്രോക്ക് മയസ്തീനിയ എന്ന പ്രത്യേക അസുഖം, സ്ട്രോക്കിന് ശേഷം ഉണ്ടാകുന്ന പ്രത്യേക അസുഖങ്ങൾ, ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ, സ്ട്രോക്ക് രോഗികളിൽ പെട്ടെന്ന് തന്നെ വേണ്ട വിധത്തിലുള്ള ചികിത്സയും കരുതലും ഉണ്ടായാൽ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ മരണനിരക്ക് ഉണ്ടാകുകയുള്ളൂ എന്ന് തെളിയിക്കുന്ന ആദ്യത്തെ പഠനം, പാർക്കിൻസൺ അസുഖവുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതികളുടെ ഗവേഷണം, കളരി ചികിത്സാ രീതി സ്ട്രോക്കിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, മൈഗ്രെയിൻ ചികിത്സയിൽ മറ്റ് ചികിത്സാ രീതികൾക്കുള്ള സ്ഥാനം, സ്ട്രോക്ക് പ്രതിരോധ രംഗത്തുള്ള വിവിധ പുതിയ മരുന്നുകളുടെ പരീക്ഷണങ്ങൾ, വിറ്റാമിൻ B12ൻ്റെ അഭാവത്തിലുണ്ടാകുന്ന ന്യൂറോളജി അസുഖങ്ങൾ തുടങ്ങി ധാരാളം ഗവേഷണങ്ങൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പോൾ ഡോഡ്ലി വിറ്റ്നി അവാർഡ് ടെസ്റ്റ് പേപ്പറിനും സ്ട്രോക്കിന് നൂതനമായ കണ്ടുപിടുത്തത്തിനും അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സ്ട്രോക്ക് വരുന്ന രോഗികളിൽ മയസ്തീനിയ അസുഖം കൂടുതലായി ഉണ്ടാകുന്നതിനുള്ള കണ്ടുപിടുത്തത്തിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. എറണാകുളം കടവന്ത്ര സ്വദേശി. 30 വർഷത്തിന് മുകളിൽ ക്ലാസിക്കൽ നൃത്ത മേഖലയിൽ പരിചയമുള്ള ക്ലാസിക്കൽ നർത്തകിയാണ്. ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി തുടങ്ങിയ നൃത്തകലകളിൽ പ്രാവീണ്യം നേടി. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും B സോൺ, ഇന്റർ സോൺ തലത്തിലുള്ള നൃത്ത മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ദുബായ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ കലാസപര്യ തുടരുകയും വളരെയധികം ശിഷ്യഗണങ്ങൾക്ക് ഗുരുവായി അവരെ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്ത മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്തു. കൊച്ചി കാക്കനാട് ആസ്ഥാനമായി കുറച്ച് സുഹൃത്തുക്കൾക്കൊപ്പം ഇന്ത്യൻ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് സെൻറ്റർ എന്ന സ്ഥാപനം ആരംഭിക്കുകയും അത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കലാകേന്ദ്രമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് തമിഴ് യൂണിവേഴ്സിറ്റി തഞ്ചാവൂരിൻ്റെ അഫിലിയേഷൻ, സ്റ്റെഡ് ഇന്ത്യയുടെ അംഗീകാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. സ്വന്തമായി നിർമ്മിച്ച് സംവിധാനം ചെയ്ത കുട്ടികളുടെ സിനിമയായ സ്വബോധം മികച്ച കുട്ടികളുടെ സിനിമയെ തിരഞ്ഞെടുക്കുകയും ധാരാളം അംഗീകാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. ആദ്യമായി സംവിധാനം നിർവഹിച്ച ഫീച്ചർ ഫിലിമായ അൽമ മാറ്റർ എന്ന സിനിമ അന്താരാഷ്ട്ര തലത്തിൽ മികച്ച സംവിധായക എന്ന അവാർഡ് ലഭിക്കുകയുണ്ടായി. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഇതോടുകൂടി അവാർഡ് ലഭിച്ചിട്ട് ഭാരത് സേവക് ഓണർ ലഭിച്ചിട്ടുള്ള സ്വാഗതം തീരുകയാണ്. ആരെങ്കിലും ഇനിയും എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ പേര് പറഞ്ഞാൽ അവരെ കൂടി വിളിക്കുന്നതാണ്. അടുത്ത ഈ ചടങ്ങിന് ആശംസകൾ നേരുന്ന ചടങ്ങാണ്. ആദ്യമായി സൂര്യകവി ഡോക്ടർ ജയദേവൻ സാറിനെയാണ് വിളിക്കുന്നത്. ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ ബാലേന്ദ്ര സാർ, BSSൻ്റെ മറ്റു പ്രവർത്തകർ, ഇവിടെ പങ്കെടുത്തിരിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ,
വിവിധ മേഖലയിൽ കഴിവ് തെളിയിക്കുന്നവരെ ആദരിക്കുന്നതോടൊപ്പം ഭാരതസേവ സമാജിൻ്റെ പ്രവർത്തനങ്ങൾക്കാകെ മേൽനോട്ടം വഹിക്കുന്ന ആരാധ്യനായ ഭാരതസേവ സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ ബാലേന്ദ്ര സാറിന് നല്ലൊരു കയ്യടി നൽകി ആദരവോടുകൂടി നമുക്ക് ഈ ആശംസ തുടരാം എന്നറിയിക്കുക. ഇവിടെ ഇന്ന് വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകളുടെ ബയോഡാറ്റ വായിച്ചപ്പോൾ എനിക്ക് അതിൽ നിന്നൊക്കെ വേറിട്ട് കണ്ടത്, സ്വന്തം വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ 9 വയസ്സുള്ളൊരു കുട്ടി LED ബൾബ് നിർമ്മാണത്തിലേക്ക് തിരിയുകയും ദിവസം 30 ബൾബ് വീതം നിർമ്മിച്ച് അച്ഛനെ വിൽക്കാൻ ഏൽപ്പിക്കുകയും അതുവഴി വീട് നിർമ്മിക്കാൻ വേണ്ടി ഒരു വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്ന ആ കൊച്ചുകുട്ടിയുടെ ബയോഡാറ്റ വായിച്ചപ്പോഴാണ് ഗൗരി എന്ന് പറഞ്ഞ ആ കുട്ടി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വേറിട്ട് നിൽക്കാൻ എന്നും എനിക്ക് തോന്നിയത്. ആ കുട്ടി നിർമ്മിച്ച കുറേ ബൾബുകൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിവുള്ള എല്ലാവരും ഓരോന്നെങ്കിലും വാങ്ങി ആ കുട്ടിയുടെ ആ ഉദ്യമത്തിന് ഒരു പ്രോത്സാഹനം കൂടി നൽകണം എന്ന് കൂടി ഞാൻ ഈ അവസരത്തെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരം വിഷയങ്ങളിൽ, ഇത്തരം കാര്യങ്ങളിലെല്ലാം പ്രാവീണ്യം തെളിയിക്കുകയും ഒക്കെ ചെയ്യുന്ന, എല്ലാവരെയും ഒരേപോലെ ചേർത്ത് നിർത്തി ആദരിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക സന്നദ്ധ സംഘടന എന്നത് ഭാരതസേവ സമാജാണെന്ന് നമുക്ക് അഭിമാന പുരസ്സരം പറയാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ബാലേന്ദ്ര സാറിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കുന്ന എല്ലാവർക്കും വരുംകാലങ്ങളിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി ശ്രീമതി സുനിത ശശി, വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ നൃത്തവിഭാഗം മേധാവിയാണ്. 35 വർഷമായി നൃത്തരംഗത്ത് സേവനമനുഷ്ഠിക്കുന്നു. കേരള കലാമണ്ഡലം മോഹിനിയാട്ടം കോഴ്സിൻ്റെ ചുമതല നടത്തുന്നു. നിലവിൽ കേന്ദ്ര ഗവൺമെൻറ്റിലെ വള്ളത്തോൾ വിദ്യാപീഠം കോഴ്സുകൾ നടത്തിക്കൊണ്ടുവരുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സഭയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികൾക്കും, കാരണം ഒട്ടും മോശമില്ലാത്തവരാണ് സഭയിൽ. ഓരോ ദിവസം ഓരോ സമയത്തും ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഈ ഒരു അവാർഡ് കിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ കുട്ടികളെ എന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ ശിഷ്യരാണ് എല്ലാവരും. പക്ഷേ അവർ എൻ്റെ ശിഷ്യരെന്ന് പറയാനൊന്നും പറ്റില്ല, കാരണം അവർ അത്ര ഉയരങ്ങളിലാണ് ഓരോരുത്തരും അത്ര ഉയരങ്ങളിലാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു അവാർഡ് കിട്ടിയപ്പോൾ ആദ്യം എൻ്റെ ഓർമ്മയിൽ വന്നത് എൻ്റെ ഓരോ പഠിക്കുന്ന കുട്ടികൾക്കും അത് കൊടുക്കണം, അവരൊക്കെ ഈ രംഗത്ത് കൊണ്ടുവരണം ഇതൊരൊറ്റ ചിന്തയാണ് എനിക്കുണ്ടായത്. അതുകൊണ്ട് ഞാൻ വ്യത്യസ്തമായ ഇപ്പോൾ ഇവിടെ ചേർത്ത് പിടിക്കലാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് എനിക്ക് മനസ്സിലായത്. എന്താ വെച്ചാൽ ഒരുപാട് അംഗീകാരങ്ങളൊന്നും കിട്ടാതെ പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ ഒന്നും അംഗീകരിച്ചിട്ടില്ല. എത്രയോ കാലങ്ങളായി ഞങ്ങളിതിൽ നടക്കണം. അപ്പോൾ ഈ ഒരു സംഭവം എനിക്കത് വലിയൊരു സന്തോഷമാണ് ഉണ്ടാക്കിയത്. അത് സിന്ധുമേ അത് പറഞ്ഞപ്പോഴും പിന്നെ എൻ്റെ കുട്ടികളെ കുറേ പേരെ എനിക്കിതിൽ കൊണ്ടുവരാൻ സാധിച്ചു. അതിലും പിന്നെ സാറ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് കൂടുതലധികം സംസാരിക്കാനല്ല അറിയാം, എന്തെങ്കിലുമൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞാലും ഞാൻ ചെയ്യും, അല്ലാതെ സംസാരമൊന്നും അധികം അറിയില്ല. അതുകൊണ്ട് ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ശ്രീമതി വസന്ത എസ് പിള്ള, സാഹിത്യകാരിയാണ്. വസന്ത എസ് പിള്ള. ആദരണീയനായ BSS ദേശീയ അധ്യക്ഷൻ ശ്രീ ബാലചന്ദ്രൻ സാർ അവർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, ഇവിടെ ക്ഷണിക്കപ്പെട്ട് ആഗതരായിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടും ഒരു അവാർഡ് പോലും അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു പ്രോത്സാഹനം പോലും കിട്ടാതെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ കണ്ടെത്തി അർഹമായ പ്രോത്സാഹനവും ഉപഹാരങ്ങളും കിട്ടുന്നതിന് വേണ്ടി BSS നടത്തുന്ന ഈ പ്രതിമാസ അവാർഡ് ദാന ചടങ്ങ് എന്തുകൊണ്ടും അഭിമാനാർഹമാണ്. നമ്മൾ അവാർഡ് സ്വീകരിക്കുന്നതോടൊപ്പം, എനിക്കും കിട്ടിയിട്ടുണ്ട് ജനുവരിയിൽ അവാർഡ്, നമ്മൾ അവാർഡ് സ്വീകരിക്കുന്നതോടൊപ്പം നമ്മുടെ ഇടയിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് കലാകാരന്മാരും
സാഹിത്യകാരന്മാരും അല്ലെങ്കിൽ തന്നെ വിവിധ മേഖലയിലുള്ളവരും എല്ലാവരും ഉണ്ട്. അവരെയൊക്കെ നമ്മൾ കണ്ടെത്തി അർഹരായി ഇവിടെ എത്തിക്കാനുള്ള ശ്രമം കൂടി നടത്തണം ഈ അവാർഡ് സ്വീകരിക്കുന്നതോടൊപ്പം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാ ഉപഹാര ജേതാക്കൾക്കും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. ഇനിയും നിങ്ങളെല്ലാവരും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. BSSൻ്റെ ചെയർമാൻ ഡോക്ടർ ബാലേന്ദ്ര സാർ, അഡ്മിൻ ഡയറക്ടർ, ജോയിൻറ്റ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് ഉദ്യോഗസ്ഥരെ, എൻ്റെ തിരുമുറ്റത്തിരിക്കുന്ന അവാർഡ് ജേതാക്കളെ, നിങ്ങൾ എല്ലാവരും ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ആഭരണങ്ങളാണ്. നാളെ അതുപോലെ തന്നെ ഇനി ഇവിടെ ഈ കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ ഈ പട്ടാളച്ചിറ്റോടുകൂടി നിൽക്കുന്ന ഈ അവാർഡ്, ഈ പുരസ്കാരങ്ങളാണ് അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. നിങ്ങൾ ചാർത്തിയിരിക്കുന്ന ഈ ഒരു പൊന്തൂവൽ ഇനിയും വരുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അസുലഭ മുഹൂർത്തങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.